Good morning to all. Coffee Talk 7 a.m. program hosted by JCA, Nilambur, Golden Valley, Daffodils, and Valanjeri Royals are called to order. ഇന്നത്തെ വെൽക്കം സ്പീച്ച് നമ്മളുടെ ബേബി മാഷില്ലേ, വെൽക്കം സ്പീച്ച് ആരാ പറയുന്നത്? നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല, ആർക്ക് വേണമെങ്കിലും പറയാം. വെൽക്കം സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വെൽക്കം സ്പീച്ച്. ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. അതില് ജൂനിയർ സീനിയറിനൊന്നുമില്ല. ഒരാൾ മുന്നോട്ട് വന്നാൽ നന്നായിരുന്നു. ബിന്ദു മാം ഉണ്ടോ? നമ്മളിത് തലേ ദിവസം ഫിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആരാണ്? ബിന്ദു മാം അല്ലേ? ഞാനുണ്ട്, ഞാനിപ്പോ കേറിയിട്ടേ ഉള്ളൂ, ഞാൻ പറയാം. അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളുടെ 966ാമത് സെഷനാണ്. നമ്മളുടെ ഒരു 34 സെഷൻ കൂടെ ആയാലും 1000 നമ്മൾ തികയ്ക്കുകയാണ്. 1000 തികയ്ക്കുമ്പോൾ അത് നല്ലൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടാടാൻ പോകുന്നത്. അതിന്റെ ഫൈനൽ മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. കോർഡിനേറ്റേഴ്സിന്റെ മീറ്റിംഗിൽ അതിൽ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. മലപ്പുറത്തെ തിരൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്. അഴിമുഖവും കടലും കണക്ട് ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 966 സെഷൻ ഇന്ന് കഴിയുമ്പോൾ ഇനി 34 ദിവസം കൂടെ അതിന് ബാക്കിയുള്ളൂ. എന്തായാലും എല്ലാവരെയും അങ്ങോട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം ഇന്നത്തെ വെൽക്കം സ്പീച്ചിനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു മാഡത്തെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ കോഫി ടോക്ക് അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ 966ാം ദിവസത്തിൽ ആണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ ചെയർമാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ JFM കുന്നത്ത് മനോജ് സാറാണ്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ട്രെയിനർ JCI സെന്റ് KP രഘുനാഥൻ സാർ JCIയുടെ സോണൽ ട്രെയിനറാണ്, NLEP ഗ്രാൻഡ് മാസ്റ്റർ ആണ്, സ്റ്റേറ്റ് ട്രെയിനിങ് ഫെലോ ആണ്. എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു ട്രെയിനറെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. സാറ് പാരന്റിങ് എ വൈഡർ പെർസ്പെക്റ്റീവ് എന്ന ടോപ്പിക്കിൽ നമ്മളോട് സംസാരിക്കും. നമ്മൾ ഒരുപാട് ദിവസവും ക്ലാസ്സുകൾ കേൾക്കുന്നു. എത്ര കേട്ട് കഴിഞ്ഞാലും നമ്മൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും നമുക്കറിയാം നമ്മൾ പാരന്റിങ്ങിൽ എവിടെയായിരുന്നു ഒരു കാലത്ത്. ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ മെച്ചപ്പെടണമെന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോവാറുണ്ട്. സാറിന്റെ ക്ലാസ് കൂടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ഈ മേഖലയിൽ ലഭ്യമാവുമെന്ന് നമുക്കറിയാം. വളരെ നല്ലൊരു ക്ലാസ് നമുക്ക് വേണ്ടി തരാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ രഘുനാഥൻ സാറെ ഞാൻ ഇന്നത്തെ 7 AM കോഫി ടോക്കിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ലോ പ്രസിഡൻസ് ആയിട്ടുള്ള നമ്മുടെ നിതിൻ നാരായൺ സാർ, ജിനി സാംസൺ മാം, രണ്ടുപേരെയും ഞാൻ ഈ ഫ്ലോറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ കോഫി ടോക്കിനെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിന്റെ കോർഡിനേറ്റേഴ്സ് നമ്മുടെ ഹിഷാം ഹൈദർ സാർ ഇതിന്റെ ഫൗണ്ടർ കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീജിത്ത് സാർ, രേഖ മാം, മുജീബ് സാർ, 3 പേരും ഈ കോഫി ടോക്കിലെ മികച്ച എല്ലാവരും തന്നെ ഇതിന്റെ ട്രെയിനിങ് സെഷൻസ് കൈകാര്യം ചെയ്യുന്നവരും കോഫി ടോക്കിനെ എപ്പോഴും ഓരോ ദിവസവും മികച്ച അതിന്റെ സൂചിക മുകളിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുപോകുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നവരാണ്. എല്ലാവരെയും ഞാൻ ഈ ഫ്ലോറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോഫി ടോക്കിന് മനോഹരമായ പോസ്റ്ററുകൾ ഇറക്കിക്കൊണ്ടും ഇതിന്റെ ഓരോ ദിവസത്തെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ മലേഷ്യയിൽ നിന്നുള്ള ഉസ്മാൻ സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കോഫി ടോക്കിൽ പങ്കെടുക്കുന്ന ഇതിന്റെ ഓരോ അംഗങ്ങളും പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും അവിഭാജ്യമായ ഘടകം തന്നെയാണെന്ന് നമുക്കറിയാം. അവരാണ് എല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട് അതിന്റെ കറക്റ്റ് ഫീഡ്ബാക്ക്
ട്രെയിനറോട് പറയുന്നു. ട്രെയിനറോടും മറ്റു പാർട്ടിസിപ്പൻസിനും കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓരോ മനസ്സുകളിലേക്കും ക്ലാസ് പോലെ തന്നെ കടന്നു ചെല്ലുന്ന വാക്കുകളാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ഈ ഫ്ലോറിൽ. അതായത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് കോഫി ടോക്കിൽ കേൾക്കാറുണ്ട്. വെറും ഒരു സാധാരണ സംസാരങ്ങളല്ല ഇവിടുത്തെ ഫീഡ്ബാക്കുകൾ. അപ്പം മികച്ച ഫീഡ്ബാക്കുകൾ നൽകുന്ന നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഞാൻ ഇന്നത്തെ ഫ്ലോറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതിലെ പാർട്ടിസിപ്പൻസ് പലപ്പോഴും മികച്ച ട്രെയിനർമാർ കൂടിയാണ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നല്ല ചിന്തിപ്പിക്കുകയും ബുദ്ധിയെയും നമ്മുടെ വേഗതയും ഒക്കെ അളക്കുന്ന രീതിയിലുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ആയി എത്തുന്ന മനോജ് സാറ്, അതുപോലെ ശ്രീജിത്ത് സാറ്, എല്ലാവരും ക്വിസ് മാസ്റ്റേഴ്സിനെയും ഞാൻ ഈ ഫ്ലോറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓവർ ടു ചെയർ. താങ്ക് യു ബിന്ദു മാം. എത്ര മനോഹരമായിട്ടാണ് ബിന്ദു മാം ഒരു മിനിറ്റ് പോലും നമ്മൾ ഇതിന് കൊടുത്തില്ല വെൽക്കം സ്പീച്ചിന്. എത്ര മനോഹരമായിട്ട്. കാരണം ഈ കോഫി ടോക്കില് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലുള്ള ചാൻസുകൾ, ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും വളരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അറിയാമായിരിക്കാം, ഞാനൊരു ട്രെയിനർ ആയിരിക്കാം, പക്ഷെ അടുത്ത ദിവസം ഞാൻ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രെയിനറായിട്ട് മാറുന്നു, ഒരു സ്പീക്കറായിട്ട് മാറുന്നു. അതാണ് ഈ കോഫി ടോക്ക് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ബിന്ദു മാം സൂപ്പറായിട്ട് വെൽക്കം സ്പീച്ച് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ നമ്മുടെ ട്രെയിനർ JC സെനറ്റർ രഘുനാഥൻ, അദ്ദേഹം JCയുടെ സോൺ ട്രെയിനറാണ്. JCയുടെ ട്രെയിനേഴ്സിനൊക്കെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടെന്ന് ഞാൻ അഭിമാനത്തോടു കൂടെ പറയും. കാരണം ഒരു ട്രെയിനിങ് എങ്ങനെ എടുക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം, അതിൽ മിഡിൽ എന്തൊക്കെ വേണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നല്ല നല്ല ക്ലാസ്സുകളിലൂടെ, നല്ല ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ, സോൺ ട്രെയിനേഴ്സ് വർക്ക്ഷോപ്പ് പോലുള്ള നല്ല മഹത്തായ പ്രോഗ്രാമുകളിലൂടെ പഠിപ്പിക്കുന്നത് JCയാണ്. അപ്പോൾ അതിലൂടെ വന്ന ഓരോ ട്രെയിനേഴ്സും അവരുടെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, അദ്ദേഹം ഒരു NLP ഗ്രാൻഡ് മാസ്റ്റർ ആണ്. പോസിറ്റീവ് കമ്മ്യൂണിറ്റി സ്റ്റേറ്റ് ട്രെയിനിങ് ഫെലോ ആണ്. 20 അഭിമാനകരമായ വർഷങ്ങൾ നമ്മുടെ കേരള പോലീസിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2023 അദ്ദേഹം റിട്ടയർ ആയത്. അതുകൂടാതെ 7 വർഷം വിദേശത്ത് ജോലി ചെയ്തു. CEO ഓഫ് എ കമ്പനി ചങ്ങായി ഫാം ആൻഡ് ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. മകൻ, അതായത് അച്ഛൻ അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു നേട്ടം, പോസ്റ്റ് ഗ്രാജുവേഷനിൽ റാങ്ക് ഹോൾഡറാണ് അദ്ദേഹത്തിന്റെ മകൻ. ഒരു ഗോൾഡ് മെഡലിസ്റ്റും കൂടെയാണ്. എന്തായാലും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ സെഷന് വേണ്ടി രഘുനാഥ് സാറിനെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു സർ. നല്ല വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം സാർ, കാണാം. ഓക്കെ, താങ്ക് യു. ചെയർമാൻ മനോജ് സർ, ബിന്ദു മാം, ഇതിന്റെ മുന്നണിയിലും പിന്നണിയിലുള്ള ശില്പികളെ, ബഹുമാനപ്പെട്ട പാർട്ടിസിപ്പൻസ്, എല്ലാവർക്കും സുപ്രഭാതം നേരുകയാണ്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു ക്ലീശ സബ്ജക്റ്റ് ആയോ എന്ന് ഒരു ആശങ്ക എനിക്കുണ്ട് ശരിക്കും. പിന്നെ എവിടെ ചെന്നാലും എവിടെ പോയാലും കേൾക്കാവുന്ന ഒരു ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഗോൾ സെറ്റിങ്, പാരന്റിങ് ഇപ്പോ പുതുതായിട്ട് ശരിക്കും ഇങ്ങനെ ഒരു ഫുൾ സ്വിങ്ങിൽ വരാൻ തുടങ്ങിയത് ഇപ്പൊ ഈയിടെയാണ്, റീസെന്റ് ആണ് ശരിക്കും. പക്ഷെ പാരന്റിങ് എത്ര കേട്ടാലും, നേരത്തെ ബിന്ദുമാൻ സൂചിപ്പിച്ചതുപോലെ, നമ്മള് ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ 99% നിങ്ങൾ കേട്ടതാവാം, പലപ്പോഴും കേട്ട് മറന്നതാവാം. എന്നാലും പിന്നെയും കേട്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലും ഒക്കെ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരിക്കലും വിദ്വാൻ പറഞ്ഞതുപോലെ ഇത് ഒരു പുതിയ അനുഭവമായി മാറട്ടെ, അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം നമുക്ക് മെല്ലെ പാരന്റിങ് എന്തുകൊണ്ടാണ് ഈ വൈഡർ പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ കാരണം എന്നുള്ളത് കൂടെ ഒന്ന് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇന്നത്തെ സാഹചര്യം ആ രീതിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് സാധാരണ പോലെ കൊണ്ടുപോയാൽ പോരാ എന്നുള്ളത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പാരന്റിങ് ഒരു പാഠ്യ വിഷയമായി സ്കൂളുകളിലും കോളേജുകളൊക്കെ വരേണ്ടതാണ് വളരെ കുട്ടിക്കാലത്തെ. അതായത് ചില കുട്ടികൾ ചെറുപ്പകാലത്തെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മനസ്സുള്ള, താല്പര്യമുള്ള, ഇൻട്രസ്റ്റ് ഉള്ള
പാഷനുള്ള കുട്ടികൾ വളരെ ചെറുപ്പത്തിലേ ചിലത് ഇൻട്രസ്റ്റ് കാണിക്കും, പാഷൻ കാണിക്കും. അപ്പൊ അങ്ങനത്തുള്ള കുട്ടികൾക്ക് ചെറുപ്പത്തിലേ ഇത് കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്, സമൂഹം ഒരുക്കേണ്ടതുണ്ട്, സൊസൈറ്റി ഒരുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് സിസ്റ്റം ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളത് അഭിപ്രായം ഞാൻ ആദ്യമായി പങ്കുവെക്കട്ടെ. നമുക്ക് മെല്ലെ ടോപ്പിക്കിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. പാരന്റിംഗ് എന്ന് പറയുമ്പോൾ പാരന്റിംഗ് ഒരു ഫ്രെയിം വർക്കായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. CARE. അത് C എന്തിനെ പ്രതികരിക്കുന്നു, A എന്തിനെ പ്രതികരിക്കുന്നു, R എന്തിനെ പ്രതികരിക്കുന്നു, E എന്തിനെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലൂടെ നല്ല ഒരു ഓട്ടപ്രദർശനം നടത്താനേ 35 മിനിറ്റ് ഉണ്ടാവും എന്ന് എന്നേക്കാൾ അറിയാവുന്നത് നിങ്ങളാണ്. എന്നാലും പരമാവധി നമുക്ക് ആ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്, അത് പറയാതിരുന്നുകൂടാ. 1 മണിക്കൂറാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോഴാണ് 35 മിനിറ്റാണ് എനിക്ക് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു. സാരമില്ല, നമുക്ക് വി ക്യാൻ അഡ്ജസ്റ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. അപ്പൊ C എന്താണ് നമുക്ക് നോക്കാം. C കണക്റ്റ് ആണ്. കണക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ പാരന്റിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലീഷ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് കണക്ട് ബിഫോർ കറക്റ്റ്, കണക്ഷൻ ബിഫോർ കറക്ഷൻ. നമ്മൾ കുട്ടികളൊക്കെ കറക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. പക്ഷെ ഈ കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഈ കണക്ട് ഏതൊക്കെ, അതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? ഞാൻ ഇവിടെ പറയുന്ന ഒരുപാട് ഡയമെൻഷൻസ് കണക്റ്റിന് ഉണ്ടാവാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 5 കണക്ഷൻസ് ആണ്. 5 ഡയമെൻഷൻ ഓഫ് കണക്ഷൻസ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാം ഒന്ന് പോയി നോക്കാം. കണക്ട് ഇമോഷണലി വിത്ത് ദ ചൈൽഡ്. ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ സംസാരിച്ചു കൊണ്ടായില്ല, മറിച്ച് നമ്മൾ സാഗൂതം അവരെ ശ്രദ്ധിക്കണം. ഇമോഷണലി കണക്ട്, അതായത് അവരൊരു പെരുമാറ്റം ഉണ്ടെങ്കിൽ ആ പെരുമാറ്റത്തിന്റെ പിന്നിലുള്ള ഒരു വികാരത്തെ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയണം. ഏറെക്കുറെ അമ്മമാർക്ക്, പ്രത്യേകിച്ച് പഴയ അമ്മമാർക്ക് അത് കഴിഞ്ഞിരുന്നു. പുതിയ അമ്മമാർക്ക് എത്രത്തോളം അത് കഴിയുന്നുണ്ട് എന്നുള്ളൊരു ചലഞ്ചാണ് എന്ന് എനിക്ക് തോന്നുന്നു. മാറി വന്ന കാലത്തിന്റെ വലിയ എന്താ പറയാ, ടെക്നോളജിയിലുള്ള വിപ്ലവത്തിന്റെയൊക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായ മാറ്റങ്ങൾക്കൊക്കെ വിധേയമായിക്കൊണ്ട് നമ്മൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ കാര്യത്തിൽ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ശരിക്കും എന്നും കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ കണക്ട് ഇമോഷണലി വിത്ത് ദ ചൈൽഡ്. എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് കുട്ടികളെ നമുക്ക് നോക്കിക്കാണാനും അവരോട് കണക്ട് ചെയ്യാനും ബന്ധം സ്ഥാപിക്കാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വൃഥാവിലായി എന്ന് നമ്മൾ വെറുതെ നിരാശപ്പെടേണ്ടി വരും. നിരാശ മാത്രമല്ല, വേദനാജനകമായ നിരാശയിലേക്ക് നമ്മൾ പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ നോക്കാം, എന്താണ് കണക്ട് റെസ്പെക്ട്ഫുള്ളി വിത്ത് ദ ചൈൽഡ്. ഇപ്പൊ ചൈൽഡിനെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം, ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. ശരിക്കും മറ്റുള്ളവരെ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ, അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മളെ ബഹുമാനിക്കാൻ നമ്മളെ അറിയണം ആദ്യം. അപ്പൊ ഇതൊരു കലയാണ് ശരിക്കും. നമ്മളെ ബഹുമാനിക്കുന്നുണ്ടോ നമ്മൾ കൃത്യമായി? നമ്മുടെ ഇന്നത്തെ ജീവിതം നോക്കിയാൽ എന്താണ് എന്നത് വളരെ കൃത്യമായി അതിന് സമയം, ഈ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഒക്കെ പ്രശ്നമാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്താണോ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ജീവിതത്തിൽ എന്ന് ഒരു ഓട്ടപ്രദർശനം നമുക്ക് ഇന്ന് നടത്താം എന്ന് വിചാരിക്കുകയാണ്. ഇനി മൂന്നാമത്തിലേക്ക് നമ്മൾ നോക്കാം, കണക്ട് ഹോം ആൻഡ് സ്കൂൾ. നമുക്കറിയാം, വിദ്യാഭ്യാസം പലപ്പോഴും ആരോഗ്യം നമ്മൾ ഡോക്ടർമാർക്ക് വിട്ടുകൊടുക്കുന്ന പോലെ, ആശുപത്രിക്ക് വിട്ടുകൊടുക്കുന്ന പോലെ വിദ്യാഭ്യാസം സ്കൂളുകൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിട്ടുകൊടുക്കുന്ന ഒരു സാധാരണ അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒന്നല്ല, ഇവിടെ പങ്കെടുത്തവരൊക്കെ തന്നെ ചിലപ്പോൾ എന്നേക്കാളും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരും വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരുമാകാം. എന്നാൽ പൊതുവെയുള്ള അവസ്ഥ, ഒരുപക്ഷെ ഇവിടെ പങ്കെടുത്തവർക്ക് ഈ പാരന്റിംഗ് ക്ലാസിന്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നിരുന്നാലും നേരത്തെ ബിന്ദു സൂചിപ്പിച്ചതുപോലെ ഇത് ആവശ്യവുമാണ്. അപ്പൊ കണക്ട് ഹോം ആൻഡ് സ്കൂൾ. അപ്പൊ എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ, പലപ്പോഴും പോലീസിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ചില അനുഭവങ്ങളൊക്കെ അറിയാം. നമ്മൾ ചില കുട്ടികളൊക്കെ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴാണ്, അപ്പോ എന്റെ കുട്ടി ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നതല്ലേ എന്നുള്ള ബോധ്യത്തിലേക്ക് ചിലപ്പോ രക്ഷിതാക്കൾ എത്തും. പിന്നെ ഈ പിതാക്കള്, ഫാദേഴ്സ്, ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ അച്ഛനോ ഒക്കെ തന്നെ ഗൾഫിലൊക്കെ ആണെങ്കിൽ പറയേണ്ടതുമില്ല. വളരെ നിസ്സഹായ അവസ്ഥയിൽ വീട്ടില് അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ
ഇത് കൈകാര്യം ചെയ്യാൻ വിഷമിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കണക്ട് ദ ഹോം ആൻഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനവുമായി നമുക്ക് നിരന്തരമായ ഒരു സമ്പർക്കം പുലർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന, ഒരു ആത്മപരിശോധന നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഒന്നു മാറി എന്ന് ചിന്തിക്കുന്നത് ഈ പാരന്റിങ്ങിന് നമ്മളെ കുട്ടികളുടെ നല്ല വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതാണ് കണക്ട് ദ ചൈൽഡ് വിത്ത് ട്രസ്റ്റഡ് അഡൽട്സ്. അപ്പൊ നമുക്ക് ഈ കണക്ട് ചെയ്യാം. പണ്ടൊക്കെ അറിയാം, ഇന്ന് വലിയൊരു അപകടകരമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പ്രത്യേകിച്ച് പണ്ടൊക്കെ ഏതെങ്കിലും ആളുകൾ, മുതിർന്ന ആളുകൾ പറഞ്ഞാൽ കുട്ടികൾ അവർക്ക് രക്ഷിതാക്കൾ, സ്വന്തം വീട്ടിലെ രക്ഷിതാക്കൾ പറയുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മാറി. അതിന്റെ ദൂഷ്യഫലങ്ങളും നല്ല ഫലങ്ങളൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതിന് ഈ പ്ലാറ്റ്ഫോം നമുക്ക് സമയം തരുന്നില്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഏതായാലും നിലനിൽക്കുന്നുണ്ട്. അതായത് കുട്ടികളെ നമ്മുടെ രക്ഷിതാക്കളല്ലാത്ത, സ്വന്തം വീട്ടിലുള്ള രക്ഷിതാക്കളല്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കില്ല എന്നൊരവസ്ഥ, ചിലപ്പോൾ അങ്ങോട്ട് ചോദ്യം ചെയ്ത് വാദി പ്രതിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയും ചില്ലറയല്ല സംഭവിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കണക്ട് ദ ചൈൽഡ് വിത്ത് ട്രസ്റ്റഡ് അഡൽട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡൽട്സുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയുമാറാകണം. വീട്ടിൽ രക്ഷിതാക്കൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അയൽക്കാരനാവാം, മുതിർന്നൊരു വ്യക്തിയാവാം, മെന്റർ ആവാം, ഈവൻ ട്രെയിനേഴ്സ് ആവാം. ഇപ്പോൾ ഈ മാറി വന്ന സാഹചര്യത്തിൽ ട്രെയിനേഴ്സിന് വലിയ പങ്കുണ്ട് സമൂഹത്തെ മാറ്റിമറിക്കുന്ന കാര്യത്തിൽ. അവരുടെ ട്രാൻസ്ഫോർമേഷനിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ് ട്രെയിനേഴ്സ്. ഇപ്പം മെന്റേഴ്സ് ആവാം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആവാം, നമ്മുടെ ബന്ധുക്കളാവാം, പാരന്റ്സ് ആവാം, വീട്ടിൽ തന്നെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, അവരാവാം. അപ്പൊ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ കൃത്യമായി ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്നാണ് കണക്ട് ഫാമിലി വിത്ത് സപ്പോർട്ട് സിസ്റ്റം. സപ്പോർട്ട് സിസ്റ്റം ആരൊക്കെ ഉണ്ട് ശരിക്കും? എന്തൊക്കെയാണ് സപ്പോർട്ട് സിസ്റ്റം വരുന്നത്? ഇതിൽ എക്കോണമിക്സ് സപ്പോർട്ടിങ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഫഷണൽ നമ്മുടെ കൗൺസിലേഴ്സ് പോലെയുള്ള ആളുകൾ, അവരുമായി നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റേ ഈ 4 വന്ന കുറെ കാര്യങ്ങൾ ഇതിലും വരുന്നുണ്ട് ശരിക്കും. അപ്പൊ എല്ലാ രീതിയിലും ഇതിൽ നമുക്ക് ഗവൺമെന്റിന്റെ പിന്നെ ഈ സൊസൈറ്റിയുടെ ഗവൺമെന്റിന്റെ പങ്ക്, ഇതൊക്കെ ഈ സിസ്റ്റം, ഇപ്പൊ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കണക്ഷൻ സിസ്റ്റം നമുക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പുനഃപരിശോധന വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ നടത്താൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ തോന്നുന്നു. അടുത്ത ഈ പ്രാക്ടിക്കൽ കണക്ട് പ്രോസസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. നോട്ടീസ് ചേഞ്ച് ഇൻ ദ ചൈൽഡ്. കുട്ടികളിൽ കാലാകാലം സമയാസമയങ്ങളിൽ വരുന്ന ചേഞ്ചുകളൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആൻഡ് അപ്രോച്ച് ജെന്റ്ലി ആൻഡ് പ്രൈവറ്റ്ലി. കുട്ടികളെ പരസ്യമായി കാര്യങ്ങൾ പറയുന്നതിന് പകരം ചിലപ്പോൾ ഒക്കെ വളരെ ജെന്റിലായി സ്വകാര്യമായി ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ലിസൺ വിതൗട്ട് ഇന്ററപ്ഷൻ. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്ററപ്ഷൻ ഇല്ലാതെ, അതായത് മറ്റ് എന്താ പറയാ ഇടപെടലില്ലാത്ത രീതിയിൽ അവരെ ലിസൺ ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. അണ്ടർസ്റ്റാൻഡ് ബിഫോർ ജഡ്ജിങ്. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് അഭിപ്രായം പറഞ്ഞ് ഇതൊക്കെ നമ്മൾ വീണ്ടും ആവർത്തിക്കുക, പല പ്രാവശ്യം പലതും ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് എന്താ അവിടെ പറഞ്ഞല്ലേ ഇവിടെ പറഞ്ഞതും എന്ന് ചിലപ്പോൾ ചെറിയാക്കുമ്പോൾ തോന്നിയേക്കാം. റിയലി സോറി, അത് മനഃപൂർവ്വമാണ്. അതുകൊണ്ട് നമുക്ക് ലിസൺ വിതൗട്ട് ഇന്ററപ്ഷൻ. അപ്പൊ പ്രത്യേകിച്ച് പിന്നെ ശല്യങ്ങളൊന്നും ഇല്ലാതെ, അവരെ ബുദ്ധിമുട്ടിക്കാതെ, ഇടയിൽ കയറാതെ ലിസൺ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അണ്ടർസ്റ്റാൻഡ് ബിഫോർ ജഡ്ജിങ്. ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അഭിപ്രായ പ്രകടനം വൈകുന്നതിനോട് അവരെ കൃത്യമായി കേട്ട് കാര്യങ്ങൾ പഠിച്ച് അവർക്ക് ഉപദേശം കൊടുക്കുകയാണെങ്കിൽ മാത്രം ഉപദേശം, അതും അവരെ കയ്യിലെടുത്തുകൊണ്ട് മാത്രം ഉപദേശം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മൾ നടക്കണം. ലിങ്ക് ദ ചൈൽഡ് ഫാമിലി വിത്ത് സ്യൂട്ടബിൾ സപ്പോർട്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ അപ്പ് കൺസിസ്റ്റന്റ്ലി. ഇത് തൽക്കാലമുള്ള ഒരു പരിപാടി മാത്രമായാൽ പോരാ, മറിച്ച് ഇതൊക്കെ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് വീണ്ടും ആവർത്തിച്ച് നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് എത്തിക്കാവോ എന്നുള്ള ശ്രമം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ഷനിൽ ടച്ച് യുവർ ചൈൽഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും. നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ചിലർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അറിയൂല മറ്റേ ആൾ, ചിലർക്ക് വിരൽ കൊടുത്ത് ഒഴിവാക്കുന്നുണ്ടാവും, 2 വിരൽ കൊടുത്ത് ഒഴിക്കുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ തട്ടിപ്പോകുന്നുണ്ട്. ഷെയ്ക്ക് ഹാൻഡ് ശരിക്കും ഷെയ്ക്ക് ഹാൻഡ് തന്നെ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ട് അതിലൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്ന ഒരു വൈകാരിക എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് ഉണ്ട് അതിൽ. അത് വളരെ കൃത്യമായി. അതുപോലെ തന്നെ അമ്മ, ഈ ചിത്രം കണ്ടോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആഹ്ലാദം കിട്ടും. ആ കുട്ടി അനുഭവിക്കുന്ന
ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ആ കുട്ടിയുടെ മുഖത്ത്, അതുപോലെ തന്നെ അമ്മ കൊടുക്കുന്ന ആ വൈകാരിക പകർച്ച, അത് കൃത്യമായി അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പല രീതിയിൽ ടച്ചിങ് ഉണ്ട്. ടച്ചിങ് ഒരുപാട് രീതിയിൽ, പാറ്റിംഗ് ആവാം, തലോടലാവാം, അല്ലെങ്കിൽ ഹഗ്ഗിങ് ആവാം, കഡ്ലിങ് ആവാം, വാരിപ്പുണരുക. കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ കഡ്ലി ചെയ്യുക, വാരിപ്പുണരുക. അപ്പൊ ഇതിലൂടെയൊക്കെ തന്നെ ഇതിന് പിന്നെ ജീവിതത്തിൽ നമുക്ക് ജനനം മുതൽ മരണം വരെ ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാവുന്ന ഒരു സാധനമാണ് ടച്ചിങ്. ഏത് രീതിയിൽ ടച്ച് ചെയ്യാം. ജസ്റ്റ് ഒരു നമ്മളെ കൈകൾ തമ്മിൽ ഇങ്ങനെ ഫിസ്റ്റുകൾ തമ്മിൽ മുട്ടൂലേ, അതുപോലും അതിൻ്റെതായ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകിച്ചൊരു TRI എന്നൊരു സ്ഥാപനം, ട്രിഫാനി ഫീൽഡ്, ഡോക്ടർ ട്രിഫാനി ഫീൽഡ്, അമേരിക്കയിൽ മിയാമി യൂണിവേഴ്സിറ്റിയിൽ 1976 ഇവര് പിന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പിന്നെ ഡോക്ടറേറ്റ് എടുക്കുന്നത്. അതിനുശേഷം 86 ആകുമ്പോഴേക്കും 10 വർഷത്തിനിടയിൽ അവര് നല്ലൊരു റിസർച്ച് തീസിസ് തന്നെ അവതരിപ്പിച്ചു. അതിൽ ഈ ടച്ചിങ്ങിന്റെ, പ്രത്യേകിച്ച് മസാജിന്റെ ഒക്കെ പിന്നെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെ അനുകൂല ഘടകങ്ങളുണ്ട്, അതിന്റെ വികാസ ഘട്ടങ്ങൾ എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായി ഒരു തീസിസ് അവതരിപ്പിച്ചു. അത് 2001 ടച്ച് എന്നുള്ളൊരു പുസ്തകം തന്നെ എഴുതി. അതില് വളരെ കൃത്യമായിട്ട് ഹ്യൂമൻ ടച്ച് ചേഞ്ച് ദ ബ്രെയിൻ, ബോഡി ആൻഡ് ബിഹേവിയർ, ശരീരത്തെയും മനസ്സിനെയും സ്വഭാവത്തെയും മാറ്റിമറിക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള വിപ്ലവകരമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ടച്ചിങ് എന്ന് പഠനത്തിലൂടെ തെളിയിച്ച ഒരു മഹാവനിതയാണ്. ടച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മിയാമി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിന്റെ അണ്ടറിൽ വേറെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അവർ പഠനം നടത്തി. അത് വളരെ പിന്നെ അന്ന് വരെ ഉണ്ടായിരുന്ന ധാരാളം പല തിരുത്തിക്കൊണ്ട് ഞെട്ടിക്കുന്ന റിസൾട്ടുകൾ ഉണ്ടാക്കിയ ഒരു പഠനമായിരുന്നു അത്. അതുകൊണ്ട് ശരിക്കും ഈ കാര്യത്തിൽ ഈ ട്രിഫാനി ഫീൽഡ് എന്ന വനിതയെ ശരിക്കും ഞാൻ നമിക്കുന്നു ഈ തരുണത്തിൽ എന്ന് പറയാൻ കൂടി ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോ ഇതിന് ഒരുപാട് വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. പോസിറ്റീവ് ടച്ച് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, റെഡ്യൂസ് സ്ട്രെസ് ഹോർമോൺസ്. ഇതിന് നമ്മുടെ ഹോർമോൺസിനെ, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ നമുക്ക് കോർട്ടിസോള്, അഡ്രിനാലിൻ തുടങ്ങിയ ടച്ച് സ്ട്രെസ് ഹോർമോൺസുകൾ എങ്ങനെയാണ് ഈ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറയുന്നുണ്ടോ എന്ന രീതിയിൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന മാതിരിയാണ്. അപ്പൊ പഠനത്തിലൂടെ തെളിയിച്ചതാണ്. അവിടെ സംശയത്തിന് സംശയത്തിന് സ്ഥാനമില്ല എന്നുള്ളതാണ്. വലിയ തീസിസ് അവതരിപ്പിച്ചു. 3 ബുക്കുകൾ എഴുതി ടച്ചുമായി ബന്ധപ്പെട്ട്. ഒന്ന് ടച്ച് എന്ന് മാത്രം പേരിലും, ഒന്ന് ടച്ച് തെറാപ്പി എന്നുള്ള പേരിലും, മറ്റൊന്ന് മെസ്സേജ് തെറാപ്പി റിസർച്ച് എന്ന പേരിലും 3 ബുക്കുകൾ അവരെഴുതി, ഡോക്ടർ ടിഫാനി ഫീൽഡ്. അപ്പം അതൊരു വലിയൊരു സംഭാവനയായി എനിക്ക് തോന്നുകയാണ്, പ്രത്യേകിച്ച് പാരന്റിങ്ങിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ തന്നെ അനുഭവിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ട്രെയിനേഴ്സും JCA ആയി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആ കണക്ഷൻ ഉണ്ടല്ലോ, ആ നെറ്റ്വർക്ക്, അതിൽ ഷെയ്ക്ക് ഹാൻഡിനും ആ ഹഗ്ഗിങ്ങിനും ഒക്കെ ഉള്ള എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള ശരിക്കും അനുഭവത്തിൽ അറിയുന്നവരാണ് നമ്മൾ. ശരിക്കും അതുകൊണ്ട് തന്നെ വിശദീകരിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഇംപ്രൂവ് ഇൻഫാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ടച്ചിങ്ങിലൂടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ ശൈശവാവസ്ഥയുള്ള കുട്ടികളുടെ പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസം വലിയ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ ടച്ചിങ് സഹായിക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറയുന്നു. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, പെയിൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയേറെ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ടച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇമോഷണൽ ബോണ്ടിങ്ങും സോഷ്യൽ കണക്ഷനും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇത് ഭയങ്കരമാണ്. കാരണം സോഷ്യൽ കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുകുന്ന രീതിയിലുള്ള പിന്നെ എന്താണ് ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവണം എന്ന് നിർബന്ധമാണ്. ശരിക്കും ഓക്സിറ്റോസിൻ, നമുക്കറിയാം ലവ് ഹോർമോൺ എന്ന് പറയുന്ന ഓക്സിറ്റോസിൻ ഒക്കെ ഈ സോഷ്യൽ കണക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ കണക്ഷൻ കുട്ടികളിൽ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചതാണത്. അപ്പോൾ ടിഫാനി ഫീൽഡും അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കണക്ട് കഴിഞ്ഞു, ഇനി അറ്റൻഡ് ആണ് പറയുന്നത്. രണ്ടാമത്തെ അറ്റൻഡ് എങ്ങനെയൊക്കെ ആവണം? ഇതിനുണ്ട് 5 ഡയമെൻഷൻ. ഞാൻ പറയുന്ന ഡയമെൻഷൻ 5 എന്നേ ഉള്ളൂ. ഒരുപാട് ഡയമെൻഷനുകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് ഇതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു 5 പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ അറ്റൻഡ് ടു വേർഡ്സ്, ഇവിടെയാണ് നമ്മുടെ ശരിക്കും കുട്ടികൾ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ചെവി കൊടുക്കൽ, നമ്മൾ വേറെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും മാത്രമല്ല, ഇവിടെയാണ് നമ്മുടെ ക്ഷമ ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്.
ക്ഷമയുള്ളവരാണോ നിങ്ങൾ? ക്ഷമയുള്ള ആളുകളുടെ മക്കൾ അതിന്റെ ഗുണം കാണിക്കും. ശരിക്കും കാണിക്കും. നിങ്ങളുടെ അനുഭവമാണ് അത്. ശരിക്കും വീടാണല്ലോ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോ ക്ഷമയുള്ള രക്ഷിതാക്കളുടെ കുട്ടികൾ അതിന്റെ റിസൾട്ട് കൃത്യമായി കാണിക്കും. അവിടെയാണ് ഇതിന്റെ ഒരു പ്രസക്തി വരുന്നത്. അറ്റൻഡ് ടു വേർഡ്സ്. അവർ പറയുന്ന ഓരോ വാക്കുകളും വളരെ ക്ഷമാപൂർവ്വം കേട്ട് അതിന്റെ പിന്നിലുള്ള ഫീലിംഗ് അബ്സോർവ് ചെയ്യാൻ നമുക്ക് കഴിയണം. ശരിക്കും ആ രീതിയിലേക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുമാറാകട്ടെ. രണ്ടാമത് അറ്റൻഡ് ടു ഇമോഷൻസ്. അവിടെയാണ്. അപ്പോ വേർഡ്സ് മാത്രമല്ല, ഇമോഷൻസിനും വലിയ പങ്കുണ്ട്. നേരത്തെ വാക്കുകൾ കേൾക്കുന്നു, അതിന്റെ പിന്നിലുള്ള ഇമോഷൻസിനെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അറ്റൻഡ് ടു ഇമോഷൻസ്. അപ്പൊ ഒന്നുകൂടി അത് കൂടുതൽ ആഴത്തിലേക്കും പരപ്പിലേക്കും വരികയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ വെറുതെ ഉപരിപ്ലവമായ അവരുടെ പ്രകടനങ്ങൾ കണ്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ പലപ്പോഴും വിലയിരുത്തുകയും അവരോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് അവരുടെ വൈകാരിക അവസ്ഥ ഒപ്പിയെടുത്തുകൊണ്ട് അവര് പെരുമാറ്റങ്ങളെ അപകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ പെരുമാറ്റം കണ്ട് അതിലൂടെ ഇതിന്റെ പിന്നിലുള്ളത് എന്തായിരിക്കാം എന്ന രീതിയിലേക്ക് ഒരു മീനിങ് സീക്കിങ്, അങ്ങനെയാണല്ലോ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ അറ്റൻഡ് ടു ബിഹേവിയർ. ഇതും വളരെ പ്രധാനപ്പെട്ടാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അറ്റൻഡ് ടു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല രീതിയിൽ കുട്ടികൾ പെരുമാറും എന്ന് പറയുമ്പോൾ ചിലപ്പോ സൈലൻസ്, വളരെ എക്സസീവ് സൈലൻസ് കാണാം കുട്ടികൾ. സാധാരണ ഇങ്ങനെ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പം സൈലന്റ് ആകുന്നുണ്ടാവും. എന്തുകൊണ്ട്? അപ്പൊ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരിക്കും. അറ്റൻഡ് ടു ബിഹേവിയർ. അപ്പൊ സ്വഭാവത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ, ചിലപ്പോൾ ചില ഇൻട്രസ്റ്റ് കാണിക്കൂല. അതുപോലെ തന്നെ പെർഫോമൻസ് ഫാളിങ് നടക്കും. പഴയതുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്യാല്ല, പഠനത്തിൽ വിമുഖത കാണിക്കുക, പഴയ ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മളെ അവരുടെ സ്വഭാവമായിട്ട് പെരുമാറ്റവുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇവരെ, എന്നാൽ ഇതൊരു വലിയ കൺട്രോളായി മാറരുത്. ഇതൊക്കെ പറയുമ്പോഴും അവർക്കൊരു കാരണവശാലും ഇത് വല്ലാതെ ശല്യമായല്ലോ. എനിക്കൊരു അനുഭവം ഉണ്ട്. എന്നെ ഞാൻ സൈക്കോളജി ഒന്നും ഔപചാരികമായി പഠിച്ചില്ലെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ എന്നെ അറിയുന്ന ആളുകൾ, കുറെ ആളുകൾ അതിനെന്നെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പൊ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ക്ലാഷ്, അവനെ ഇതിൽ പങ്കെടുത്തപ്പോ അവന്റെ കാര്യമായ ഒരു കംപ്ലൈന്റ്, അച്ഛൻ ഇടപെട്ടിരിക്കുന്നു എനിക്ക് ജോലി കിട്ടാൻ. അതായത് ബാംഗ്ലൂർ നല്ലൊരു കമ്പനിയിൽ നല്ല ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടാൻ അച്ഛൻ ഇടപെട്ടു. അച്ഛൻ എന്തിനു ഇടപെടണം? എന്റെ കഴിവിനെ മാനിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു കംപ്ലൈന്റ്. നോക്കണേ, അച്ഛനെ സംബന്ധിച്ച് നോക്കൂ, അച്ഛന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ നമ്മളാകെ ശരിയല്ലേ എന്ന് തോന്നുന്നു. പക്ഷെ അവൻ പറഞ്ഞപ്പോ തികച്ചും ന്യായമാണ് അവൻ പറയുന്നത്. അവൻ വളരെ കൃത്യമായി പറയുന്നു. നല്ല ധാരണയുള്ള കുട്ടിയാണ്. പക്ഷെ ഈ കാര്യത്തിൽ അച്ഛനെ സന്തോഷിപ്പിക്കാനും അച്ഛനെ കൃത്യമായി പറഞ്ഞ് ബോധിപ്പിക്കാനും അവന് കഴിയാത്തൊരു പ്രശ്നം വന്നു. ആ ലിമിറ്റേഷൻ ഒന്ന് പരിഹരിക്കാനാണ് എന്റെ സഹായം. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പരിഹരിച്ചു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തി പറഞ്ഞയച്ചു. എന്നാലും ഞാൻ പറയാണ്, ഉദാഹരണത്തിന് ഏത് രീതിയിലാണ് പ്രശ്നങ്ങൾ വരിക എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? വളരെ നിസ്സാരമായി നോക്കൂ, നിങ്ങൾ നല്ലൊരു കാര്യമല്ലേ അച്ഛൻ ചെയ്തത്? എത്ര ആള് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എത്ര മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ വന്നത് പ്രശ്നം ഈ രീതിയിലാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ രീതിയിലാണ് പ്രശ്നങ്ങൾ. അവർ ഏത് വഴിയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ കുട്ടിയുടെ ആത്മാഭിമാനം ശരിക്കും നമ്മൾ കാണേണ്ടതുണ്ട്. അവന് പഠിപ്പിക്കുക എന്നല്ലാതെ അവനെ നമ്മൾ പറയാറില്ലേ, മീൻ പിടിച്ചു കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ എപ്പോഴും മീൻ പിടിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഔത്സുക്യം ഫാദർ കാണിക്കരുത്, അച്ഛൻ കാണിക്കരുത് എന്നുള്ളത് തന്നെയാണ് പാഠം. സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അറ്റൻഡ് ടു സർക്കംസ്റ്റൻസസ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കംസ്റ്റൻസ് നമ്മുടെ ജീവിത ചുറ്റുപാട് അല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം പലപ്പോഴും മാറും. ഈ മാറ്റങ്ങൾ കുട്ടികൾ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ വീട് മാറുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അതിന്റെ ചിലപ്പം വീട് വലിയ വില കൊടുത്ത് വാങ്ങിയതായിരിക്കും, ഇതിലും നല്ല സൗകര്യത്തിലായിരിക്കും പോകുന്നത്. നമ്മൾ അതിലൊക്കെ ഇങ്ങനെ വ്യാപൃതാവും. പക്ഷെ ഇവിടെ കുട്ടികളുണ്ടെന്നും, അല്ല ഒന്നോ രണ്ടോ എത്രയായാലും ആ കുട്ടിയുണ്ടെന്നും അല്ലെങ്കിൽ കുട്ടികളുണ്ടെന്നും അവരിതിനെ എങ്ങനെ കാണുന്നു എന്നും, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നും നമ്മൾ അവെയർ ആയിരിക്കില്ല. പലപ്പോഴും നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങൾ തീർക്കുന്നതില് ഇതൊരു നിസ്സാര പ്രശ്നം, ചിലപ്പോൾ പ്രശ്നമേ ആയിട്ടുണ്ടാവില്ല, ഈ കാര്യമേ നമ്മുടെ മനസ്സിലുണ്ടാവില്ല, ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിക്കൂടാ ശരിക്കും.
അവര് നമ്മളെക്കാളും മാനിക്കപ്പെടേണ്ട ആളുകളാണ് എന്നും അവരിതെങ്ങനെ കാണുന്നു എന്നും നമ്മൾ കാണേണ്ടതുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. പരമാവധി എത്രത്തോളം അത് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ആക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ മറ്റാരുടെയും സഹായം നേടുന്നതാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തേ പറ്റൂ. അത് നമ്മൾ വളരെ കൃത്യമായി, പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണിത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നും കൂടെ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറ്റൻഡ് കൺസിസ്റ്റന്റ്ലി ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ ആടെ അങ്ങ് ഇട്ടുകള എന്നുള്ളതല്ല. ഒരു താൽക്കാലിക പ്രശ്നം വന്നു, അതൊരു താൽക്കാലികമായത് നമ്മൾ അത് പരിഹരിച്ചു, ഇട്ടു, അങ്ങനെയല്ല. നമ്മൾ നൈരന്തര്യം വേണം, കൺസിസ്റ്റന്റ്ലി ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കുട്ടികളെ എപ്പോഴും. എന്നാൽ അതേ അവസരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ കൺട്രോൾ ചെയ്യുകയാണ് എന്നുള്ള ഒരു ബോധം അവർക്ക് വരാൻ പാടില്ല ശരിക്കും. അപ്പം വളരെ ഫ്രണ്ട്ലി ആയി, വളരെ ഫ്രീ ആയി, എന്നാൽ എപ്പോഴും വളരെ നിരന്തരമായി അവരെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു അവസ്ഥ കൂടി വരുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തേലേക്ക് പോകാം. റെസ്പോണ്ട് ആണ്. റെസ്പോണ്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, റിയാക്ഷൻ അല്ല, റെസ്പോണ്ട് ആണ്. റെസ്പോണ്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ശരിക്കും, അജഗജാന്തര വ്യത്യാസമുണ്ട്. കാക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ സാധാരണ പ്രതികരണം എന്നാണ് മലയാളത്തിൽ പറയുക. റെസ്പോണ്ടിനും അതെ, പിന്നെ അതുപോലത്തെ റിയാക്ഷൻ നമ്മൾ അങ്ങനെ തന്നെയാ പറയുക, റിയാക്ട്. പക്ഷെ ഇംഗ്ലീഷിൽ അത് ഡിഫറൻ്റ് ആണ് ശരിക്കും. റെസ്പോൺസ് നമുക്ക് റിയാക്ട് ക്ഷിപ്രസാധ്യമാണ്, പെട്ടെന്ന് നടക്കുന്നതാണ്. അത് പലപ്പോഴും വൈകാരികാധിപത്യം വഹിക്കുന്നതായിരിക്കും. അത് പലപ്പോഴും ശരിയാകണമെന്നില്ല, അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും അത് നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ചെറിയ ചില സാധ്യതകളെ റിയാക്ഷൻ ഉള്ളൂ ശരിക്കും. ഒന്നും കൂടി പറയാ, വൈകാരിക നിബദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അത് ലോകം തന്നെ അപ്പാടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യുദ്ധങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെ ഈ റിയാക്ഷന്റെ ഭാഗമായി വരുന്നതാണ്. റെസ്പോൺസ് ആണെങ്കിൽ അങ്ങനെ വരില്ല ശരിക്കും. റെസ്പോൺസിൽ എവിടെയുണ്ട്? റെസ്പോൺസിന് അമിഗ്ഡാലയല്ല. അമിഗ്ഡാല എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഫീലിംഗ് സെന്റർ ആണ്, നമ്മളെ, അല്ലെങ്കിൽ ത്രട്ട് സെന്റർ ആണ്. അപ്പോ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മളെ തിങ്കിങ് ബ്രെയിൻ. അവിടെയാണ് പ്രാമുഖ്യം വരിക റെസ്പോൺസിന്. അവിടെ കുറച്ച് ആലോചന വരും, ഒരു പോസ് വരും, കുറച്ച് ഒന്ന് ചിന്തിച്ച് അങ്ങനെയാവണോ, ഒരു ചോദ്യവും അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു ഒരുക്കൂട്ടൽ വരും. ചെറിയൊരു പ്രിപ്പറേഷന്റെ ഒരു സമയം, ചെറുതാണെങ്കിൽ പോലും ഒരു പ്രിപ്പറേഷന്റെ സമയം അവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് റെസ്പോൺസ് എപ്പോഴും കൂടുതൽ പോസിറ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ റെസ്പോൺസ് ആണ് ശരിക്കും വേണ്ടത്. റെസ്പോണ്ട് ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ, ഇവിടെ ഈ 5 ഡയമെൻഷനാണ് നമ്മൾ അങ്ങനെ ഒരു ഫ്രെയിം വർക്കാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 5 ഡയമെൻഷൻ ഓഫ് റെസ്പോണ്ട്. റെസ്പോണ്ട് കാമിലി, ഇതാണ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ട്, കാമിലി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും നമ്മൾ ഓർമ്മിപ്പിക്കാൻ, രജിസ്റ്റർ ചെയ്യപ്പെടാൻ വേണ്ടി ആ രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ റെസ്പോണ്ട് കാമിലി. എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യേണ്ടത്? എപ്പോഴും കാമായി റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയാലോ, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടത് കാര്യമില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ നീ എന്താണോ നന്നാവാത്തത് എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്താൽ അവരെപ്പോൾ ഡിഫെൻസീവ് ആയിട്ടാണ്, ഒരു എതിർ മനോഭാവം കൂടിയാണ് കുട്ടി അതിനെ സമീപിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യത വിരളമാണ്, വളരെ വിരളമാണ്. ഇല്ല എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല, മനസ്സാണ്, പക്ഷേ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ കഴിയണം നമുക്ക്. റൈറ്റ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? റെസ്പോണ്ട് വിത്ത് എംപതി. എംപതി ജീവിതത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുവാണ് എംപതി എന്ന് ഞാൻ പറയും. ജീവിതത്തിന്റെ സൗന്ദര്യവർദ്ധക വസ്തുവാണ് ശരി. അപ്പോ എംപതി എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയുക, അവരുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുക, അവരെ അതിലൂടെ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്ന് സഹായിക്കുക, അല്ലെങ്കിൽ സഹായിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ടുണ്ടെങ്കിൽ സഹായിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷെ എംപതിക്ക് എന്തുണ്ട്? വളരെ കൃത്യമായി കാര്യങ്ങളെ, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും അത് ഉൾക്കൊള്ളാനും കൃത്യമായി അത് സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയുക പ്രശ്നങ്ങളെ. അങ്ങനെ ഒരു ഗുണം എന്തുണ്ട്? ഈ എംപതിക്കുണ്ട്. അതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എംപതി. അപ്പൊ എംപതറ്റിക്കലി നമുക്ക് കുട്ടികളെ കാണാൻ കഴിയണം. നമ്മുടെ കാര്യമല്ല, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട്. ഞാൻ ഒരു കളിയും ഇപ്പം ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ഒരു കളി പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മകൻ ഒരു ദിവസം
വളരെ കൃത്യമായി പറയാൻ ഞാൻ അതിൽ ഇടപെട്ട് അതിൽ താല്പര്യത്തോടുകൂടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് അർജന്റീന ഏതാണ് രാഷ്ട്രം എന്ന് എനിക്ക് ഓർമ്മയില്ല, വളരെ പിന്നെ പ്രകടമായിട്ട് അവരെ പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ റഫറി ഉണ്ടല്ലോ, റഫറി വളരെ നീതി രഹിതമായി അവരോട് പെരുമാറി അച്ഛ എന്നൊക്കെ പറഞ്ഞ എന്റെ 9ാം ക്ലാസ്സുകാരൻ പറഞ്ഞു. ഞാൻ സാഹൂതം കേട്ടിരുന്നു. സത്യത്തിൽ പിന്നെ ഫുട്ബോൾ കളിക്കുന്നവരൊക്കെ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമാണെന്നോ അങ്ങനെയൊന്നും അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഞാനത് ചെയ്യാറില്ല, ഞാനത് ഇൻട്രസ്റ്റഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ മകൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, 2 മക്കളും ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് അവനത് പറയുമ്പോൾ ഞാനത് കേട്ടി വന്നു. അവിടെ നടക്കുന്നത്, അവിടെ പിന്നെ എന്നെ സംബന്ധിച്ച് അവരെ ഇൻസൾട്ട് ചെയ്തൊന്നും അല്ല വിഷയം. എന്റെ പ്രശ്നം എന്റെ മകനാണ്. മകനൊരു കുറച്ച് സമയം അവന് താല്പര്യമുള്ള വിഷയത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിലൂടെ അവനെ കയ്യിലെടുക്കുക, അതിലൂടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ള വളരെ തന്ത്രമായ ഒരു സാധനം. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിലും മകനെ ശ്രദ്ധിക്കുക എന്നുള്ളത്, ഇതൊക്കെ പോട്ടെ, ഇതിന്റെ ഒരു താത്വികമായതോ പിന്നെ മനഃശാസ്ത്രപരമായതോ അല്ലെങ്കിൽ ബയോളജിക്കലിയോ ഇതൊന്നും വേണ്ട. മോനെ ശ്രദ്ധിക്കുന്നത് നല്ല കാര്യം. നമ്മൾ അവർക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള നല്ല കാര്യത്തിലേക്ക് ഊന്നി നിന്നാലും ഇത് വളരെ വളരെ കൃത്യമായതാണ്. പിന്നെയാണ് റെസ്പോണ്ട് ടു ദ നീഡ് ബിഹൈൻഡ് ദ ബിഹേവിയർ. അതാണ്. അപ്പൊ നീഡ് അനാലിസിസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു ബിഹേവിയർ, ഒരു പിന്നെ സ്വഭാവം വരുമ്പോ ആ സ്വഭാവത്തിന്റെ പിന്നിൽ എന്താണ് എന്ന് കണ്ട് ആ നീഡിനെ, ആ ആവശ്യത്തെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ശരിക്കും അത് കഴിയുന്നുണ്ടോ? അതിന് സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? അതൊരു ചലഞ്ചാണ് ശരിക്കും രക്ഷിതാക്കളുടെ പിന്നിലുള്ള വലിയ ചലഞ്ചാണത് ശരിക്കും. പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ട് കുട്ടി ദേഷ്യം പിന്നെ ഇങ്ങനെ പിടിക്കുന്നു? ഇപ്പൊ ഒരു ദിവസം മാത്രം ദേഷ്യം പിടിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അത് കുട്ടി എന്തോ ആയിപ്പോയി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണേണ്ടതില്ല. ഇപ്പൊ എന്റെ മകൻ ഒരു ദിവസം അവർ ഫോൺ എടുത്ത് നിലത്തെറിഞ്ഞിനി. ഒറ്റ ദിവസമാണ് എന്റെ ജീവിതത്തിൽ ഒരു പക്ഷെ അവനെ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ കണ്ടത് ആ ഒരു രീതിയിൽ ദേഷ്യം പിടിച്ചിട്ട് കണ്ടത് ഒറ്റ പ്രാവശ്യമാണ്. എന്തുകൊണ്ട് ചോദിച്ചു, എന്റെ മകൻ എന്തോ പറ്റിയത്, മറ്റേ സൈക്കോളജിസ്റ്റിനെ കാണണ്ടോ കൗൺസിലർ കാണണ്ടോ ആവശ്യമില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള കുട്ടി അവനാണ് എന്നുള്ള കാര്യത്തിൽ സിദ്ധാർത്ഥൻ എന്നാണ്, സിദ്ധുവിനെ കണ്ടുപഠിക്കുന്നത് പെമ്പിളാരോട് പോലും നമ്മുടെ പങ്ങന്മാരൊക്കെ പറയുന്ന സ്ഥിതി ഉണ്ട് എന്നിരിക്കെ ഞാൻ അവനെ കണ്ട പടിഞ്ഞെട്ടിപ്പോണ്ട കാര്യമില്ല. അത് ഒരു ടെമ്പററി റിയാക്ഷൻ മാത്രമായിരുന്നു അത് എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു, വൈഫിനും അറിയായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് അവിടെ തീർന്നു. നമ്മൾ ഇടപെടേണ്ടതേ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഏട്ടന്റെ മകനും അവനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ പറ്റിയൊരു പിഴവില് സംഭവിച്ചതാണ്. നമ്മള് കാണുമ്പോ ചില നിസ്സാരമാണ് എന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നും വളരെ ഗൗരവമായിട്ട് തോന്നും. അങ്ങനെ പറ്റിയൊരു സംഭവം മാത്രമാണ്. ഒരു ആറ്റിറ്റ്യൂഡിന്റെയും നമ്മുടെ നിലപാടിന്റെയും പെർസ്പെക്റ്റീവിന്റെയും ഒക്കെ വിഷയമായിട്ട് വരുന്ന ഒരു സാധനം മാത്രമായിരുന്നു. അത് താൽക്കാലികമായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ടെമ്പററി റെസ്പോൺസോ റിയാക്ഷനോ കണ്ടിട്ട് നമ്മൾ വിലയിരുത്തിയിട്ട് അപ്പാടെ നമ്മൾ തളർന്നു പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമാണ്. അടുത്ത, റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി. ഇത് വളരെ പ്രധാനമുണ്ട്. റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. ഏത് രീതിയിലാണോ വേണ്ടത്, അതായത് സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെടുന്ന രീതിയിൽ, അതാണ് അപ്രോപ്രിയേറ്റ്, നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. അപ്പോ അങ്ങനെ വരുമ്പോ എങ്ങനെയാ പ്രതികരിക്കുക? ഇപ്പോ പലപ്പോഴും നമുക്ക് കാണാൻ ചില ആവശ്യങ്ങൾ വരുക നമ്മളെ ശരിക്കും തകർത്തുകളിൽ ചില കാര്യങ്ങളിൽ നമുക്ക് എന്താ വേണ്ടിയെന്ന് മനസ്സിലാത്ത രീതിയിൽ ചിലപ്പോൾ അന്താളിപ്പ് വരുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ, നമ്മുടെ കുട്ടികളെല്ലാം ഇനി വേറെ കുട്ടികളായാൽ പോലും, അത് നമ്മുടെ കുട്ടികൾ വേറെ കുട്ടികൾ എന്നുള്ളത് നമുക്ക് അത് പിന്നീട് പറയാനുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ കുട്ടികളോട് പിന്നെ ചില സാഹചര്യങ്ങളിൽ പരസ്യമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ചില സ്വഭാവങ്ങളിൽ വരുമ്പോൾ നമ്മൾ അപ്പാടെ അവിടെ അങ്ങോട്ട് പ്രതികരിച്ചാകെ പ്രശ്നമാവും. അതിലൂടെ കുട്ടി അനുഭവിക്കുന്ന ഒരു മനോവ്യഥയുണ്ട്, ഒരു ഇൻസൾട്ടിങ് സ്റ്റേജ് ഉണ്ട്. അതിനെ മറികടക്കാൻ പിന്നെ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ സമയം എടുത്തില്ല എന്ന് വരും. കുട്ടിയുടെ ആ ഒരു വൈകാരിക അവസ്ഥയും അതുപോലെ തന്നെ ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ നോക്കിയിട്ടാണ് അതിനെയൊക്കെ ആശ്രയിച്ചാണ് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട് ശരിക്കും റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി. അപ്പൊ വളരെ കൂലങ്കുശമായി തന്നെ നമ്മൾ പിന്നെ റെസ്പോണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. റിയാക്ട് ചെയ്യാൻ പാടേയില്ല. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ശരിക്കും ഇത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൺസിസ്റ്റന്റ്ലി, ഇവിടെയും കൺസിസ്റ്റൻസി ഇവിടെയും വരുന്നുണ്ട്.
ഇത് തൽക്കാലം വേണ്ട ഒരു സാധനമല്ല. നമ്മളതിന്റെ ഉടുമ്പ് കഴിച്ചത് പോലെയെന്ന് നമ്മുടെ ഇവിടെ നാട്ടുപുറത്തൊരു പ്രയോഗമുണ്ട്. ആ ഉറുമ്പ് കഴിച്ച പോലെ അതിന് നിരന്തരമുണ്ട് ശരിക്കും. അത് മാറുന്ന പ്രശ്നമില്ല. എന്നാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, ഇത് സ്വതന്ത്രമായ ഒരു വ്യക്തിയാണ്, കുട്ടിയായ പോലും എന്നുള്ള രീതിയിൽ ആ വ്യക്തിയോട് നമ്മൾ കാണിക്കേണ്ട എല്ലാ മര്യാദയും കാണിച്ചു വേണം നമ്മൾ അവരോട് പെരുമാറാൻ. കൺട്രോളിങ് പാടില്ല എന്നുള്ളതാണ്. ഗൈഡിങ്ങേ പാടുള്ളൂ എന്നാണ്, ലീഡിങ്ങേ പാടുള്ളൂ എന്നാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. കൺസിസ്റ്റന്റ് ആയി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള ഒരു ഇത് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അടുത്തത് എന്താണ്? എംപവറിങ്ങില് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. എംപവറിങ്ങില് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഓർമ്മ ഉണ്ടാവും. മീൻ പിടിച്ചു കൊടുക്കലല്ല, മറിച്ച് മീൻ പിടിക്കാൻ പഠിപ്പിക്കലാണ്. പണ്ടേ പറഞ്ഞു വരുന്നതാണ്. ദിവസവും ഓർമ്മിക്കേണ്ട, രക്ഷിതാവ് എന്നുള്ളത് ദിവസവും ഓർമ്മിക്കേണ്ട ഒരു വാചകമാണ് അത്. കുട്ടികൾക്ക് മീൻ പിടിച്ചു കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. എംപവറിങ്ങിന്റെ വലിയൊരു സാധ്യത അവിടെയാണ് കിടക്കുന്നത്. എംപവറിങ് കുട്ടികൾക്ക് ഇതും ഞാൻ 5 ഇതായിട്ടാണ് ഒരു ഫ്രെയിം വർക്ക്, 5 ഡയമെൻഷൻ ഓഫ് എംപവറിങ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ എംപവർമെന്റ്. ഫിസിക്കൽ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് വരുന്ന ആരോഗ്യമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഫുഡാണ്, ഒന്ന് എക്സസൈസ് ആണ്, ഉറക്കം. ഇപ്പൊ നേരത്തെ പറഞ്ഞു 2 മണിക്കാ 3 മണിക്കാ ഉറങ്ങിയെന്നൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ. ഉറക്കിലൂടെ മനുഷ്യനുണ്ടാകുന്ന വലിയ ചില കാര്യങ്ങൾ, ഇപ്പം നൈറ്റ് ലൈഫിലേക്ക് നിങ്ങൾ വന്നു, അതിനൊക്കെ കോമ്പൻസേഷൻ പിറ്റേന്ന് പകൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു പഠനം ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിൽ ഒരു ട്രെയിനിങ് നിനക്ക് കിട്ടിയ ഒരു ടിപ്പ് ഉണ്ട്. അതായത് 9 മണി മുതൽ 12 മണി വരെയുള്ള ഉറക്കത്തിനാണ് ഏറ്റവും കൂടുതൽ ലാഭകരമായ യൂണിറ്റ് പറയുകയാണെങ്കിൽ 2 യൂണിറ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നാ പറയുന്നത്. അപ്പോ 12 മുതൽ രാവിലെ 6 വരെയുള്ളത് 1 യൂണിറ്റ് ആണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ അതിനുശേഷം കിട്ടുന്ന, അതായത് 6 മണിക്ക് ശേഷം പകൽ ഉറങ്ങുന്നതിന് 1/2 യൂണിറ്റേ കിട്ടൂ എന്നാണ്. അപ്പൊ പകൽ ഉറങ്ങുന്നതും 9 മണി മുതൽ 12 മണിയുള്ള ഉറക്കത്തിന്റെ 4 ഇരട്ടിയാണ് ഗുണം കിട്ടുക എന്നുള്ളത് പറയാണ്ട്. ഏത് പഠനമാണെന്ന് വളരെ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. പണ്ടൊരു ഇതുണ്ട്, നമുക്ക് ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് എന്നുള്ള പ്രയോഗം സായിപ്പ് പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത് അതുകൊണ്ട് കുറച്ചും കൂടി വിശ്വസിക്കാനുള്ള ഒരു സാധ്യത അതിന് ഞാൻ കാണുന്നു. ഞാൻ ഏതായാലും അതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ 9 മണിക്ക് കിടക്കാറുണ്ട്, 3:30 മണിക്ക് എഴുന്നേക്കാറുണ്ട്. അതിനുശേഷമാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ബുക്കൊക്കെ ഇപ്പം അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കും. 3:30 മണി മുതൽ 7 മണി വരെ 6 മണി വരെ ഉള്ളത് എൻ്റെത് വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണ് എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അപ്പൊ ഇത് പലരോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. 9 മണിക്ക് കിടക്കുമോ എന്നുള്ളത് അത്ഭുതമായി മാറിയിരിക്കുന്നു നമ്മുടെ കാലത്ത് എന്നുള്ളതാണ്. പണ്ടൊക്കെ 9 മണി നമുക്ക് എല്ലാ വീടുകളും ലൈറ്റാണ്. അപ്പൊ ഇന്നതില്ല എന്നുള്ള നൈറ്റ് ലൈഫ് ശരിക്കും നമ്മൾ കഥയറിയാത്ത ആട്ടം കാണുന്നവരാണ് എന്ന് കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സമാധാനം തേടി പോകുന്നു. ഉറങ്ങാത്തവർക്ക് ഒരു സമാധാനം ഒരു കാലത്തും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ചില സയൻസിന്റെയും ചില അടിസ്ഥാന കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ഫാക്ടറി, കെമിക്കൽ ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട് തലയിൽ, മൊത്തം ശരീരത്തിൽ, പ്രത്യേകിച്ച് വിശിഷ്യ തലയിൽ ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന ഓട്ടോമേറ്റഡ് വർക്കിംഗ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ഓപ്പറേഷൻ നടക്കൊണ്ടിരിക്കുന്ന ഒരു കെമിക്കൽ ഫാക്ടറി ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ കളിക്കാതെ നമുക്കൊന്നും ചെയ്യാം. അവിടെ ഒരു കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഒന്ന് സന്തോഷിക്കുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ, നമ്മൾ കാത്തിരിക്കുമ്പോ, നമ്മൾ ക്ഷമ നശിക്കുമ്പോ, നമുക്ക് ദേഷ്യം വരുമ്പോ, നമുക്ക് എന്താ പറയാ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ, നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുമ്പോ, ഇതൊക്കെ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആരും സൂചിച്ചിട്ടില്ല. ഇതെല്ലാം ട്രിഗറുകളാണ്. ഓരോ ട്രിഗറിനും ഓരോ പ്രതിഭാസങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിലൊന്നും വിശദമായിട്ട് പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലുള്ള വലിയൊരു ഒരു സംരംഭമാണിത് എന്നുള്ള കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഉറക്ക് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഉറക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് വിളിച്ചുണർത്തി ഭക്ഷണം കൊടുക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ അവരുടെ ശത്രുക്കളാണ്, മിത്രങ്ങളല്ല. എന്തിന്റെ പേരിലായാലും, ആരോഗ്യത്തിന്റെ പേരിലും സ്നേഹത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തികച്ചും വിരുദ്ധമാണ്. കുട്ടികളുടെ സ്നേഹം എന്നുള്ളത് അവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുകയല്ല, കുട്ടിയെ സ്നേഹം എന്ന വ്യാജേന നിങ്ങൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും.
അപ്പോൾ ആ രീതിയിൽ ഫിസിക്കൽ എംപവർമെന്റ് ശാരീരികമായത് പ്രത്യേകിച്ച് ഉറക്ക്, ഭക്ഷണം, പിന്നെ ദിനചര്യകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും ഭീഷണിയായി കിടക്കുന്നത് നൈറ്റ് ലൈഫാണ്, അത് ഉറക്കാണ് പോകുന്നത്. നമ്മൾ പ്രായമുള്ളവർ പോലും നമ്മൾ ഒന്ന് നോക്കൂ. ഇപ്പൊ എന്റേത് പിന്നെ വീട്ടിൽ ഞാൻ 9 മണിക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ പണ്ടേ മൂത്തവനൊക്കെ ഇപ്പോഴും 9 മണി, മാക്സിമം പോയ 10 മണി. അവനിപ്പോ അവിടെ ഒരു NGO അണ്ടറിൽ റിസർച്ച് അസിസ്റ്റന്റായി വർക്ക് ചെയ്യാണ്. അപ്പൊ അവൻ 10 മണി ആവുന്നില്ല, 9 മണിക്ക് പറ്റാ എത്ര ശ്രദ്ധ, ഞാൻ 10 മണി മതി വിടും. ആ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 10 മണിക്ക് ഉറങ്ങിയാൽ മതി എന്ന രീതിയിൽ അവനൊന്ന് 10 മണിക്ക് ഉറങ്ങുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ തുടങ്ങി വെച്ചതുകൊണ്ടാണ്. അപ്പൊ ഈ തലമുറ ഇങ്ങനെ അങ്ങ് പോകും. ശരിക്കും മൂത്തവൻ എളിയവൻ 9 മണിക്ക്, അവൻ 9ാം ക്ലാസ്സിലാണ്, അവൻ 9 മണിക്ക് തന്നെ കിടക്കും. അപ്പോ അവന്റെ മക്കൾ തീർച്ചയായിട്ടും ഒരു സംശയമില്ല അക്കാര്യത്തിൽ, അവന്റെ മക്കളെയും അവൻ ആ രീതിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ അതിനൊരു മാതൃക കാണിക്കണം. നമ്മൾ വേണം. ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അതാണ് ഇതാണ്, ഭക്ഷണം ഉണ്ടാവില്ല, അപ്പൊ ഭാര്യക്ക് വേറെ കാരണങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഒന്ന് വർക്കിംഗ് പിന്നെ ഹൗസ് മേക്കർ ഉണ്ടാവും, എംപ്ലോയിഡ് ഹൗസ് മേക്കർ, അതൊരു വലിയൊരു വിഭാഗമാണല്ലോ. ഇപ്പോൾ നമ്മൾ വലിയ വലിയ പിന്നെ വിപ്ലവങ്ങളൊക്കെ സ്റ്റേജിൽ ഫെമിനിസം പറയുകയും വീട്ടിലെത്തിയാൽ ഒരു ചായക്ക് വേണ്ടി ഭാര്യയെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന വിപ്ലവകാരികളാണ് നമ്മളിൽ 95% പേരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ചലഞ്ചാണ് ഈ കാര്യത്തിൽ. അപ്പൊ അത് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ടോപ്പിക്കാണ്, ഒരു ദിവസം പറഞ്ഞ് തീരില്ല, അതുകൊണ്ട് അങ്ങോട്ടേ പോകുന്നില്ല. അപ്പൊ ഫിസിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഭക്ഷണവും ഉറക്കെഴുന്നേൽപ്പിച്ച് ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കരുത്. ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ ഉറക്ക് തെളിയിപ്പിച്ച് നിങ്ങൾ ട്യൂഷൻ കുട്ടികളെ വിടരുത്. അത് ദോഷമാണേ എന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ കുട്ടികളോട് ഇന്നും ഞാൻ പറഞ്ഞത്, ഇപ്പം മോനോട് ഇപ്പൊ PSC കൂടെ മോനും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഉറക്ക് കളഞ്ഞിട്ട് ഒരു PSC വേണ്ട, ഒരു പഠനവും വേണ്ട. നന്നായി ഉറങ്ങിയിട്ടാണ് അവന് PG ഇവിടെ വയനാട്ടില് അവൻ PG ചെയ്യുമ്പോ 9 മണിക്ക് എന്നെ കിടക്കാറുണ്ടായിരുന്നു. അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. 9 മണിക്ക് എന്നെ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ടാണ് അവൻ പിന്നെ 14 ഫസ്റ്റ് റാങ്കുകൾ, ടോപ്പ് റാങ്കറാണ് അവൻ. അങ്ങനെയാണ് ഗോൾഡ് മെഡലിസ്റ്റ് ആവുന്നത്. 2025 ആ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്തത് അവനാണ്. അവന്റെ വിഷയത്തിൽ മാത്രമല്ല 14 വിഷയങ്ങളിലെ ഫസ്റ്റ് റാങ്കുകൾ, ഏറ്റവും മുന്തിയ മാർക്ക്, അങ്ങനെയാണ് ഗോൾഡ് മെഡലിസ്റ്റ്. അപ്പൊ ആ രീതിയിൽ ഇതിന്റെ സാധ്യതകളുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട അതൊക്കെ വെറുതെ പറയുന്നതാണ്. അനുഭവമാണ്. എന്റെ ക്ലാസ്സിൽ, പാരന്റിങ് ക്ലാസ്സിൽ എനിക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയും എന്നതാണ് എനിക്ക് ധാരണയുള്ളത്. ആ രീതിയിൽ തന്നെ പറയും. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ക്ലാസ് എടുക്കാറില്ല. കാരണം ഈ ബിസിനസ്സിൽ ഞങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളതുകൊണ്ട് ബിസിനസ് ക്ലാസ്സുകൾ ഞാൻ എടുക്കാറില്ല. കോർപ്പറേറ്റ് ട്രെയിനറൊന്നും ഇപ്പോഴൊന്നും ആവുമെന്ന് എനിക്ക് തോന്നത്തില്ല. കാരണം അതിൽ ഞാൻ കോൺഫിഡന്റ് അല്ല. ശരിക്കും എനിക്ക് കൃത്യമായി തുറന്ന ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കാൻ, പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോകാതിരിക്കുക എന്നത് തന്നെയാണ്. ശങ്കരാചാര്യരുടെ ആ വെള്ളം തിന്ന കഥ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ വെള്ളം കുട്ടിയുടെ ഉപദേശിച്ച കാര്യം. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ട്രെയിനർമാർ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ പോകണം. യസിയും നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം എംപവറിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ മെന്റൽ എംപവർമെന്റ് പറയേണ്ടതില്ലല്ലോ, മെന്റൽ എംപവർമെന്റ് കാര്യം. അപ്പോ ഇത് നമ്മൾ കുട്ടികളിൽ വളരെ ചെറുപ്പത്തിലേ നമുക്ക് കൊടുക്കാൻ കഴിയേണ്ട ഒരു കാര്യമാണ്. അവരുടെ മനസ്സിന്റെ ശാക്തീകരണം. ഇവിടെ ശിക്ഷ ഒരു കാര്യമായി സാധനമായിട്ട് വരുന്നുണ്ട്. കുട്ടികളെ ശിക്ഷിക്കാവോ, അടിക്കാവോ, പിടിക്കാവോ, ഇപ്പൊ നിരന്തരമാണ്. ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ കോടതിയിൽ പോയി കരഞ്ഞു പിടിച്ച് കുട്ടികളെ അടിക്കാനുള്ള അധികാരം തരുമെന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചോടി എന്ന് പറയുന്നത്. അപ്പോഴേക്കും പിറ്റേന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കാലൊക്കെ അടിച്ചു പൊട്ടിച്ചു പോയത് സാധനം. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇത് പറയോ പിന്നെ അടിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തിനടിക്കണം? അടിക്കേണ്ടി വന്നാൽ ഞാൻ പൂർണ്ണമായി അടിക്കെതിരൊന്നുമല്ല, അടിക്കണം. പക്ഷെ അടിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദേഷ്യം കൊണ്ടാവരുത് നിങ്ങൾ കുട്ടികളെ ശിക്ഷിക്കുന്നത്. കുട്ടി കൃത്യമായ വഴിയിലേക്ക് പോകണം. ഇത് ഗൈഡിങ്ങിന്റെ ഭാഗമാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി, നിങ്ങളുടെ വൈകാരിക മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കണം. പലപ്പോഴും നമ്മുടെ ശിക്ഷ നമുക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് നടക്കുന്നത്. അത് മനസ്സിലാക്കണം. ചെറിയൊരു ഉദാഹരണം, എപ്പോഴെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ട്യൂഷനോ അങ്ങനെ എടുത്തിട്ടുണ്ട് അനുഭവമുള്ളവർക്ക് അറിയാം. സ്വന്തം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നു. അതേ പാഠം അതേ രീതിയിൽ വേറൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി തെറ്റിച്ചാൽ അതേ തെറ്റ് വരുത്തിയാലും നമുക്ക് ആ കുട്ടിയോട് അങ്ങനെ ദേഷ്യം വരുന്നില്ല. സ്വന്തം കുട്ടിയോട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. അപ്പൊ തന്നെ മനസ്സിലാക്കണം അവിടെ ശിക്ഷക്ക് കാരണം എന്താണ്. കാരണം ഒന്ന് തന്നെയാണ് ശിക്ഷിച്ചതും ശിക്ഷിക്കാതിരുന്നതും. പിന്നെ അത് ആള് മാറുമ്പം പിന്നെ നമ്മുടെ വിധം മാറിയത്.
അവിടെയാണ് നമ്മുടെ പരിമിതി നമുക്ക് ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ ശിക്ഷിച്ചത് ആ കാരണത്തെ അല്ല, മറിച്ച് എനിക്ക് പിടിച്ച വെറുപ്പാണ്. എന്റെ മകനാകുമ്പോൾ വെറുപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരിമിതി നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ചെറിയതായാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാരണമാണത് എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഇമോഷണൽ ഇംപ്രൂവ്മെന്റ് പറയേണ്ടതില്ലാരും ശരിക്കും ഇമോഷണൽ എംപവർമെന്റ് വരണമെങ്കിൽ കൃത്യമായി വരേണ്ട ഒരു സാധനം ഉറക്കണേ. ഉറക്ക് നമ്മുടെ ഇമോഷനെ ആകെ തകർത്തിക്കളി ഉറക്കില്ലായ്മ. ഉറക്കിലൂടെ വരേണ്ട കുറെ കാര്യങ്ങളില്ലേ നമുക്ക്. മെമ്മറി കൺസോളിഡേഷനും മെമ്മറി സ്റ്റോറിങ്ങും അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നിഷ്കാസനം ചെയ്യേണ്ടത് ഉറക്കിലൂടെയാണ്. ഗാഠനിദ്രയിലാണ് പ്രത്യേകിച്ച് തലച്ചോറിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. അത് എന്ത് പ്രവർത്തനം നടന്നാലും ചെറിയ ചെറിയ റെസിഡ്യൂസ് ഉണ്ടാവുമല്ലോ. എവിടെയായാലും സൂക്ഷ്മ തലത്തിൽ നടക്കുന്നതാണെങ്കിൽ അവിടെ നേരിയ തലത്തിലാണെങ്കിലും അവിടെ മാലിന്യങ്ങൾ അവിഞ്ഞുകൂടും. അത് പുറത്തേക്ക് തള്ളേണ്ടത് ഉറക്കിലൂടെ, അത് ഗാഠനിദ്രയിലൂടെയാണ്. അപ്പോ ഉറക്ക് കളഞ്ഞുള്ള ഒരു കളിയും കളിക്കരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമോഷണൽ ഇംപ്രൂവ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ടതാണത്. അപ്പോ ഇവിടെ ഈ ശിക്ഷയും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കാരണമാവുന്നുണ്ട്. പിന്നെ സ്പിരിച്വൽ എംപവർമെന്റ് ആണ്. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് മതവും ദൈവവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ പെർസ്പെക്റ്റീവുള്ള സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറയുന്നത് അതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മീനിങ് പർപ്പസ്ഫുള്ളി കാണുമ്പോൾ, മറ്റുള്ളവർ വേദനിക്കുമ്പോൾ നമുക്ക് വേദനയായി മാറാൻ കഴിയുന്നുണ്ട്. അവിടെ സ്പിരിച്വാലിറ്റി ഉണ്ട്. ആ രീതിയിലേക്ക് ഒരു മീനിങ് കാണുന്ന രീതിയിലേക്ക്, പർപ്പസ് കാണുന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമാറാകട്ടെ. പിന്നെ സോഷ്യൽ എംപവർമെന്റ് ആണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല, വളരെ കൃത്യമാണ്. പിന്നെ ഈ കണക്ഷൻ അതിൽ വരുന്നുണ്ട്. ഓക്സിറ്റോസിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കെട്ടിപ്പിടിച്ചാൽ നിങ്ങളെ കുട്ടിക്ക് സോഷ്യൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്ന് മനസ്സിലാക്കുക. അത് ശാസ്ത്രമാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കുട്ടികളെ ടച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഒഴിവാക്കാതിരിക്കുക എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സമയത്തിന്റെ പ്രശ്നം കൊണ്ട്. എന്നിട്ടും സമയം എത്തി കൊടുക്കുന്നു. അപ്പോ ഖലീൽ ജിബ്രാൻ വളരെ ബ്യൂട്ടിഫുൾ ആയി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട്ടി നിങ്ങളതല്ല, നിങ്ങളുടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ സ്വപ്നവും അവനിൽ അടിച്ചേൽപ്പിക്കരുത്. അവനെ സ്വതന്ത്രമായി വളരാൻ വിടുക എന്ന് പറഞ്ഞ ഖലീൽ ജിബ്രാൻ തന്റെ പ്രൊഫറ്റ് എന്നുള്ള കൃതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അവർ സ്വതന്ത്രമായ വ്യക്തികളാണ്. അതങ്ങനെ തന്നെ അവരെ കാണുക. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിമിതമായ സമയത്തിനിടയിൽ ഇങ്ങനൊരു അവസരം നിങ്ങൾ ഒരുക്കി തന്നതിൽ ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഒരു വളരെ മനോഹരമായ ഒരു സെഷൻ. അതായത് സാറ് NLP ഗ്രാൻഡ് മാസ്റ്റർ അല്ല, പാരന്റിങ് സെഷന്റെയും കൂടെ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വളരെ നല്ലൊരു സെഷനാണ്. കുട്ടിയുടെ പഠനം, പരീക്ഷയിലെ മാർക്ക് അല്ലെങ്കിൽ ഭാവിയിലെ ജോലി, ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവരുടെ സ്വഭാവ രൂപീകരണം, മാനസിക ആരോഗ്യം, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ശേഷി, ഇതൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. കുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാത്രം മാറ്റിയെടുക്കേണ്ട ഒരു പ്രൊജക്റ്റോ ഒരു പ്രൊഡക്റ്റോ അല്ല, നല്ലൊരു മനുഷ്യനായി സ്വയം വളരാൻ അവരെ സഹായിക്കുന്ന വഴികാട്ടിയായി മാറുന്ന രീതിയാണ് പാരന്റിങ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കൊണ്ട് സാർ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് പാർട്ടിസിപ്പൻസിന്റെ ഫീഡ്ബാക്കിലേക്ക് പോകാം. ഫ്ലോർ ഓപ്പൺ ഫോർ ഫീഡ്ബാക്സ്. Hello, sir. Excellent session. The most valuable session എന്നേ പറയാനുള്ളൂ. വളരെ കുറച്ച് സമയം കൊണ്ട് സർ ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്തു. ഇത് വളരെ വാല്യുബിൾ ആയിട്ട് നമ്മളൊക്കെ മക്കളൊക്കെ വളർന്നു വന്നവരാണെങ്കിൽ പോലും നമ്മുടെ കൊച്ചുമക്കൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം സാർ പറഞ്ഞു, എംപതി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണെന്ന്. ദാറ്റ് ഈസ് വെരി ട്രൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ പിള്ളേരെ മീൻ പിടിക്കലല്ല, മീൻ പിടിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊക്കെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, വളരെ വാല്യുബിൾ ആയിട്ടുള്ള, നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സൂസൻ മാം. താങ്ക് യു വെരി മച്ച്. ബിന്ദു മാം പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മളിങ്ങനെ ശ്വാസം പിടിച്ച് ഓരോ പോയിന്റും കേട്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പറയുന്നതും എല്ലാം വേണ്ടപ്പെട്ട, ഒന്നും നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ ആവാമായിരുന്നു, ഇങ്ങനെ ആവാമായി ഒക്കെ നമ്മളെ മനസ്സിലൂടെ കടന്നു പോകുന്നതോടൊപ്പം എല്ലാം എക്സലന്റ്
ക്ലാസ്. അത്രയും വേണ്ടപ്പെട്ട പോയിന്റ്സുകൾ, എല്ലാം വാല്യുബിൾ പോയിന്റ്സ്, എല്ലാം ഓരോ വാക്കും സാറ് പറഞ്ഞാൽ ഒരു വാക്ക് പോലും മാറ്റി വെക്കാനില്ലാത്ത അത്രയും മനസ്സിൽ തറഞ്ഞു കയറേണ്ട, അത് തറഞ്ഞു കയറേണ്ട വിധത്തിൽ തന്നെ പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബിന്ദു മാം. ഹേമ മാം പറഞ്ഞോളൂ. താങ്ക് യു മനോജ് സാർ. സാർ, ഞാൻ ഹേമജനി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളി സെഷനായിരുന്നു രാവിലെ. സൂപ്പർ സൂപ്പർ. അതിൽ ഓരോ സാറ് എടുത്ത കെയറിലെ ഓരോ വേർഡ്സിനും 5 ഡെഫിനേഷൻ വീതം പറഞ്ഞത് സൂപ്പർ സൂപ്പർ, അടിപൊളി സെഷൻ. ഞാൻ ശരിക്കും എൻ്റെ അച്ഛനെ ഓർത്തത്. കാരണം ഞാൻ ശരിക്കും നേരത്തെ കിടക്കുന്ന ആളാണ്. എന്നിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു 11-12 മണിക്ക് ഉറക്കം എഴുന്നേറ്റിരുന്ന് ആ സമയത്ത് ഞാൻ പഠിക്കാറുണ്ട്. അപ്പൊ അച്ഛനെ രാവിലെ എന്നെ വിളിക്കേണ്ട ഒരു ഇത് അച്ഛന് വന്നിട്ടില്ല. അതുകൊണ്ട് ശരിക്കും വലിയ ആളൊന്നും ആയിട്ടില്ല ഇപ്പോഴും, പക്ഷെ എങ്കിലും അതിലൂടെ നമുക്ക് ആ ഒരു ഇതിപ്പോഴും ആ ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ട്. അത് ഇന്ന് സാറിന്റെ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഐ ലവ് യു സോ മച്ച് സാർ. സൂപ്പർ സെറ്റ് ആയിരുന്നു. താങ്ക് യു. വെൽക്കം. താങ്ക് യു ഹേമ മാം. താങ്ക് യു വെരി മച്ച്. നൗ സജന അലി ഫ്രം പെരിന്തൽമണ്ണ. പറഞ്ഞോളൂ മാം. ഗുഡ് മോർണിംഗ് സർ. സൂപ്പർ സെഷൻ കേട്ടോ. സാറിന്റെ അവതരണം പറയാൻ വാക്കില്ല. കണ്ടന്റ് റിച്ച് ആയ സൂപ്പർ സെഷൻ. എനിക്ക് അതിൽ 2-3 പോയിന്റ് നല്ല ഇഷ്ടമായി. എമ്പതിനെ പറ്റി പറഞ്ഞതും, അതുപോലെ മീൻ പിടിക്കാൻ നമ്മൾ പിടിച്ചു കൊടുക്കരുത്, അത് അവരെ പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ. അതുപോലെ കിടന്നുറങ്ങിയ മക്കളെ ഞാനടക്കമുള്ള ഉമ്മമാര് ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഉണർത്തിങ്ങാണ്ട് ഫുഡ് കൊടുക്കും. പക്ഷെ അതല്ല, ഉറക്കാണ് പ്രധാനം എന്ന് പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ്. വെരി താങ്ക് യു സർ. താങ്ക് യു സജന മാം. അമ്പിളി ദേവ് ഫ്രം കാക്കനാട്. പറഞ്ഞോളൂ അമ്പിളി മാം. താങ്ക് യു മനോജ് ചേട്ടാ. ഗുഡ് മോർണിംഗ് രഘുനാഥ് സാർ. ഒരു ട്രെയിനറുടെ പെർസെപ്ഷനിൽ നോക്കുവാണെങ്കിൽ കെയർ, അതായത് 4 ലെറ്റേഴ്സിന്റെ അബ്രീവിയേഷൻ എക്സലന്റ്. അതായത് 45 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ വീതം വേറൊരാൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കണ്ടന്റ് റിച്ച് ആയിരുന്നു. അതുപോലെ ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, ഇമോഷണൽ എംപവർമെന്റ്, അതായത് കുട്ടികളുമായിട്ട് നമ്മൾ ടച്ച്, അവരെ ഹഗ് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റം അത് ഞാൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാഡിയം റിതം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഉറക്കം എന്നുള്ളത്. അപ്പൊ എന്റെ ഫാദർ ഒരു ആർമി പേഴ്സൺ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു ഹോം റൂൾ ഉണ്ടായിരുന്നു, ഇത്ര മണിക്ക് കിടക്കണം അല്ലെങ്കിൽ ഇത്ര മണിക്ക് ഉണരണം എന്നുള്ളത്. അപ്പൊ അത് ആദ്യം ചെറുതിലെ തന്നെ പഠിപ്പിച്ച് കുറെ നാള് എനിക്ക് തോന്നുന്നത് ഞാൻ വലുതാവുന്നവരെ അത് ഞാൻ പാലിച്ചു പോകുന്നു. അപ്പൊ ഞാൻ ശരിക്കും നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ ബൗദ്ധികപരമായ കാര്യങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ബാലൻസ് ചെയ്യാൻ നന്നായിട്ട് കഴിഞ്ഞു. എക്സലന്റ് ടോപ്പിക്. അതായത് ഒരു പാരന്റിങ് സെഷൻ എടുക്കുന്ന ഒരാൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു അമ്പിളി മാം. താങ്ക് യു വെരി മച്ച്. ബേബി മാഷ് പറഞ്ഞോളൂ. രഘുനാഥൻ സാർ, ഒത്തിരി നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു സാർ. കാരണം അത് ആ ഒരു ഒഴുക്ക്, ആ ഒരു ഫ്ലോ നമുക്ക് അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും തോന്നിയില്ല. അത് അത്ര മനോഹരമായിട്ടാണ് ഒരു സാർ അവതരണം ഒത്തിരി ഭംഗിയായിട്ടുണ്ട് സാർ. പിന്നെ കെയറിൽ എനിക്ക് സാറ് പറഞ്ഞതിൽ എല്ലാം കറക്റ്റാണ്, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് എന്നെ ഫീൽ ചെയ്തത് റെസ്പോണ്ടാണ്. അപ്പോൾ ഈ റിയാക്ഷനും റെസ്പോണ്ടും തമ്മിലുള്ള ആ ഡിഫറൻസ്, കാരണം എനിക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വന്നാൽ നമ്മൾ വല്ലാണ്ട് റിയാക്ട് ചെയ്യും. പക്ഷെ സാർ ആ പറഞ്ഞത് ഒന്നും കൂടെ നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലത്. റെസ്പോൺസാണ് വേണ്ടത്, റിയാക്ഷൻ അല്ല എന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം അവരെ ചെയ്യുന്ന കാര്യത്തിൽ. കുട്ടികളൊരു പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും കൂടെ നോക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് റെസ്പോൺസ് വരും എന്ന് സാർ പറഞ്ഞതിൽ ഒത്തിരി മനോഹരമായിട്ടുണ്ട്. ഒത്തിരി അഭിനന്ദനങ്ങൾ സാർ. ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു ബേബി മാഷ്. താങ്ക് യു വെരി മച്ച്. നൗ ദീപു ഫ്രം വളാഞ്ചേരി. ദീപു പറഞ്ഞോളൂ. കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. താങ്ക് യു ചെയർമാൻ. രഘുനാഥ് സാർ, സൂപ്പർ ആയിരുന്നു സെക്ഷൻ. പാരന്റിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് നമ്മൾ ആരാണോ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ എംപത്തറ്റിക് ആവും എന്നുള്ളത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇതുവരെ എടുത്തു പറയാത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. കാരണം നമ്മൾ അയൽവാസികൾ കുട്ടികളായാലോ സമൂഹത്തിൽ മറ്റു കുട്ടികളായോ കൊടുക്കുന്ന ഒരു കെയർ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്
കൊടുക്കാൻ ഈ സെഷനിൽ ഒരുപാട് പോയിന്റിന്റെ കൂടെ ഇതും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം. സൂപ്പർ ആയിരുന്നു, സൂപ്പർ സെഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ദീപു. ഫറൂഖ് സാർ പറഞ്ഞോളൂ. ഫറൂഖ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. Good സാറ് morning, sir. സാറ് ഈ ഞങ്ങളുടെ ഈ കോഫി ടോക്കില് മോർണിംഗ് വൈബില് ഒരുപാട് പാരന്റിങ്ങിനെ കുറിച്ച് സെഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ സാറിന്റെ സെഷൻ തീർത്തും വ്യത്യസ്തമായിരുന്നു. അനുഭവത്തിൻ്റെതായ പാഠങ്ങളിലൂടെയാണ് സാറ് ഈ ഓഡിയൻസിനെ ഞങ്ങളെ സഞ്ചരിപ്പിച്ചത്. സാറ് എടുത്തു പറയേണ്ട ഒരു കാര്യം, സാറ് പറഞ്ഞു നമ്മൾ സായിപ്പ് എന്ത് പറയുന്നു എന്നുള്ളത്. തീർത്തും സാർ അത് ആ കാര്യത്തെ കുറിച്ച് ബോധേണ്ടാണെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തില് സായിപ്പ് പറയുന്നത് എന്താ പറയാ, എന്തോ ഒരു കഷ്ണം വേണം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഹലോ. Yes, sir. പറഞ്ഞോളൂ. സായിപ്പാണ് സത്യം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയ ഒരു രാജ്യമാണ് നമ്മൾ. നമുക്കറിയാം സായിപ്പ് അല്ലെങ്കിൽ പിന്നെ യൂറോപ്യൻസ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പുകവലി ഇല്ല. ഇന്ത്യ രാജ്യത്ത് പുകവലി ഇല്ല. എന്തുകൊണ്ട് ആ ഇന്ത്യൻസിനെ അല്ലെങ്കിൽ അവരുടെ കൊളോണിയൽ രാജ്യത്തിനെ പുകവലിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ വലിയ ഒരു കൊളോണിയലിസം ഉണ്ട്. ആ രാജ്യത്തെ ജനങ്ങളെ തകർക്കാൻ സായിപ്പ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, ബാക്കിയുള്ളത് അവർ വലിച്ചോളും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സാറ് പറഞ്ഞു 9 മണിക്ക് ഉറങ്ങുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഒരുപാട് കാലം മുമ്പൊന്നുമല്ല, കുറച്ചു കാലം വരെ. 9 മണിക്ക് ശേഷം ഉറങ്ങുന്ന തലമുറ ഉണ്ടായി കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന രോഗങ്ങൾ നാളെ സായിപ്പിന് എന്താണ്, ഒരു മുതൽക്കൂട്ടാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു ഫറൂഖ് സാർ. താങ്ക് യു വെരി മച്ച്. മധു സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് എവരിബഡി. Good morning, sir. സാർ, ഒത്തിരി പേരന്റിങ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് രാവിലെ സാറിന്റെ ക്ലാസ്സിൽ കയറണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ കയറിയില്ലായിരുന്നുവെങ്കിൽ തീരാത്തൊരു നഷ്ടമാകുമായിരുന്നു. കാരണം 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞുതരാൻ സാറ് കാച്ചിക്കുറുക്കി കൊണ്ടുവന്ന സംഭവം ഏതാനും മിനിറ്റുകൾ കൊണ്ട് സാറ് ദ്രുതഗതിയിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് എന്നാൽ ചെറുതായിട്ടൊന്ന് വിശദമാക്കിക്കൊണ്ടൊക്കെ പോവുകയുണ്ടായി. ഇതിൽ 1-2 പോയിന്റുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഒന്ന്, സാർ മീൻ പിടിക്കുന്ന കാര്യം പറഞ്ഞു. ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഇരയാണ് ഞാൻ. കാരണം എൻ്റെ അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നു. തുടർന്ന് ഉടനെ തന്നെ ചേട്ടൻ വിവാഹം കഴിച്ച് മാറുന്നു. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുമായിരുന്നു. ഞാൻ ഇതെല്ലാം ഒന്ന് നോക്കി നിൽക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈവൻ ഒരു ബൾബ് പോലും ഒന്നും മാറിയിടാൻ അറിയാൻ മേലാത്ത ഒരാളായിരുന്നു. ഞാൻ അതിൽ നിന്നും പാഠം പഠിച്ചത് കൊണ്ട് തന്നെ ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ധാരാളം വീടുകൾ കയറി ഇറങ്ങാറുള്ള ആളാണ്. അതിനുശേഷം എവിടെ എനിക്കൊരു അവസരം കിട്ടിയാലും അവിടെയൊക്കെ ഞാനിങ്ങനെ സ്വയം പര്യാപ്തമാകും. കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയല്ല അവരെ നമ്മൾ വളർത്തേണ്ടത്. സാറി പറഞ്ഞു തന്നതുപോലെ മീൻ പിടിച്ചു കൊടുക്കുകയല്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണെന്ന് വേണ്ടത് ഞാൻ ഒത്തിരി ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ടച്ചിങ് ആണ്. ടച്ചിങ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ അറിഞ്ഞോ അറിയാതെയോ അവസരങ്ങൾ കിട്ടുമ്പോഴല്ല ഞാൻ ആൾക്കാരെ നമ്മുടെ കാറ്റിലുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളായാലും പോലും നമുക്ക് ചെയ്യാവുന്ന കുട്ടികളാണെങ്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യാറുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി തന്ന സാറിന്റെ ക്ലാസ്സാണ്. ആ ടച്ചിങ് ഞാൻ ഇന്ന് തൊട്ടൊന്നുകൂടെ ഊർജ്ജസ്വലമാക്കും. സൂക്ഷിച്ചും കണ്ടു. ഓക്കെ, താങ്ക് യു സാർ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു Welcome, മധു sir. സാർ. താങ്ക് യു വെരി മച്ച്. റൌഫ് സാർ പറഞ്ഞോളൂ. US-ൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കാം. റൌഫ് സാർ പറഞ്ഞോളൂ. ഞാൻ ഹാങ് ആയതാണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? കേൾക്കുന്നുണ്ടല്ലോ, സാറെ കേൾക്കുന്നുണ്ടല്ലോ. റൌഫ് സാർ കേൾക്കുന്നില്ലേ? ഓക്കെ, വെയിറ്റ് ചെയ്യാം. വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഹലോ സാർ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു സാർ ഈ പേരന്റിങ്ങിൽ കൂടി നമുക്ക് തന്നത്. ഇന്ന് ഈ സമൂഹത്തിൽ ഉള്ള എല്ലാ പേരൻസും അനുഭവിക്കുന്ന, അതായത് അജ്ഞത കൊണ്ട് അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ പേരന്റിങ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ വഴിതെറ്റി അവര് വേറെ ഒരു ലോകത്തോട്ട് സഞ്ചരിക്കുന്ന. അതുപോലെ തന്നെ അവർ ഈ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം പേരൻസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. കാരണം സാറിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ
നമ്മളെ പോലുള്ള പേരൻസിന് നല്ലൊരു അറിവായിരുന്നു സാർ തന്നത്. കൺഗ്രാറ്റുലേഷൻ സാർ. താങ്ക് യു സാർ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നൗ ശ്രീജന ടീച്ചർ. ടീച്ചറുടെ ശബ്ദമൊക്കെ ശരിയായിട്ടുണ്ടാവും ഇപ്പോൾ. ടീച്ചർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ആൾ. രഘുനാഥൻ സാറേ ഗുഡ് മോർണിംഗ്. എനിക്ക് രഘുനാഥൻ സാറല്ല, നാഥൻ സാറാണ്. TWS-ലെ കൂടാതെ സിജിയിലെ ഫാക്കൽറ്റി, അങ്ങനെ പല രീതിയിൽ ഞാൻ നാഥൻ സാർ അറിയും. ഈ ഒരു ഫ്ലോറിലേക്ക് നാഥൻ സാറെ എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി ഇവിടെ ഞാൻ പ്രകടമാക്കുകയാണ്. സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു സെഷൻ, അതായത് ആ ഒരു കോണ്ടന്റ് തീർക്കണം എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് സ്പീഡാക്കിയാന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയല്ല രഘുനാഥൻ സാറ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സ്പീഡ് ഇവിടെ കണ്ടു. കാരണം ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് ആൾക്കാരെ ഫുള്ള് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുന്ന ഒരാളാണ് നാഥൻ സാറ്. ഇന്ന് അതാ ഇവിടെ കണ്ടില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട്. കാരണം വെച്ചാല് ഇവിടെ ഇപ്പൊ ഫ്ലോറിൽ 52 പേരുണ്ടെങ്കിൽ 52 പേരെ കൊണ്ടും സാറ് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകാറ്. കൂടാതെ വലിയൊരു യോഗ തെറാപ്പിസ്റ്റും കൂടിയാണ് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് യോഗയിൽ പ്രത്യേകതമായ കുറെ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ കയ്യിൽ നിന്ന് പുറത്തെടുക്കാനുള്ളതേ ഉള്ളൂ. അത് വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ അവസരം തരുമെന്ന് വിചാരിക്കണു. എനിവേ, ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. ഞങ്ങളൊന്ന് ഓടിയതാണ്. സാധാരണ ഷാദിലി സാറാണ് രാവിലെ ഓടാറ്. കൂടെ നിന്ന് ഞങ്ങൾ ഓടി എന്നുള്ളത്, ഒരു ക്ലാസിന്റെ കൂടെ ഓടി എന്നുള്ളത് ഇവിടെ നിന്ന് പറയാണ്. എനിവേ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ. താങ്ക് യു ശ്രീജന ടീച്ചർ, താങ്ക് യു വെരി മച്ച്. നൗ അംബിക ടീച്ചർ. അംബിക മാം പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മനോജ് സാറേ. നാഥൻ സാറേ, ഇത്ര നല്ല സെഷനായിരുന്നു. ഞാൻ ഒരുപാട് പാരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് സെഷൻസ് കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് കിട്ടാതെ പാരന്റിങ് ചെയ്തവരാണ്. അതൊരു മിസ്സിങ് ആയിപ്പോയി. ഇപ്പോഴത്തെ ഞാൻ എപ്പോഴും പറയാണ്ട്, യങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ജെൻസികള്. അവർക്കൊരു ഉപകാരപ്രദമാവട്ടെ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. മിസ്സിങ് ആയില്ലല്ലോ, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലോ. സന്തോഷമുണ്ട് സാറേ. വളരെ എനർജറ്റിക് ആയിരുന്നു കേട്ടോ. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അംബിക ടീച്ചർ, താങ്ക് യു വെരി മച്ച്. ഇതില് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവര് റെഡിയായി നിന്നു. ആരെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ ക്വിസ് മത്സരത്തിൽ വിൻ ചെയ്യുന്ന ആളായിരിക്കും പറയേണ്ടത്. അപ്പോ ഫീഡ്ബാക്ക് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. അയ്യാ, ഗുഡ് മോർണിംഗ് ഓൾ. സാർ, ഞാൻ അമ്മിണി പുല്ലാമ്പാറയിൽ നിന്നാണ്. ഒത്തിരി എന്താ പറയാ, പാരന്റിങ്ങിന്റെ ക്ലാസ് കേട്ട് നേരത്തെ ഒരു സാർ പറഞ്ഞതുപോലെ തന്നെ കേറണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പക്ഷെ കേറിയില്ലേ, ഭയങ്കര നഷ്ടമായി പോയേനെ സാറേ. നാഥൻ സാർ ഒത്തിരി ഉപകാരപ്രദമായ ഒരു ക്ലാസ്. നമുക്കൊക്കെ മക്കൾ വലുതായി, പക്ഷെ കൊച്ചുമക്കൾ വരുന്നുണ്ട്. പിന്നെ സാർ പറഞ്ഞ ഏറ്റവും ഹേർട്ട് ചെയ്തൊരു വേർഡാണ് മീൻ പിടിച്ചു കൊടുക്കുകയല്ല, പിടിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ശരിക്കും നമ്മളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പിള്ളേരെയും കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിച്ച് വരുമ്പോൾ താമസമാണല്ലോ എന്ന് വിചാരിച്ച് വേഗം നമ്മൾ തന്നെ അങ്ങ് ചെയ്യും. അതില് ഒത്തിരി ഭവിഷ്യത്തുകൾ വന്നതായിട്ട് നമുക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇനി നമ്മുടെ കൊച്ചുമക്കളൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ഒത്തിരി കൈ കടത്താൻ പറ്റില്ലെങ്കിലും പറ്റുന്നത്ര ശ്രമിക്കാം എന്ന് മാത്രം പറയുന്നു. ഓക്കെ സാർ, ഒത്തിരി ഗുണപ്രദമായിരുന്നു. താങ്ക് യു അമ്മിണി മാം, താങ്ക് യു വെരി മച്ച്. മനോജ് സാർ ഇപ്പൊ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്തോ ഞാൻ ഹെഡ്സെറ്റ് എന്തോ പ്രോബ്ലം ആയിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. എല്ലാരും പറഞ്ഞു സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ. എനിക്കതില് ആരും അങ്ങനെ പറയാത്തൊരു ഇത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല്, നമ്മുടെ ദേഷ്യം മക്കളടുത്ത് കാണിക്കരുത്, അവർ ചെയ്തതിന് വേണം ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞത്. അതൊരു സത്യമായിട്ട് എനിക്ക് തോന്നി. പലപ്പോഴും ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിലൊക്കെ ഓവറായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട് നമ്മള്. അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞല്ലേ, ആരൊക്കെയോ കോടതിയിൽ പോയിട്ട് ശിക്ഷ വാങ്ങിക്കാനൊക്കെ ഉള്ള, നേരത്തെ ആരോ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ഈ ഫോറിൻ കൺട്രീസ് നിന്നൊക്കെ ഓരോന്ന് കോപ്പി ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇവര് സെൽഫ് റിലയന്റ് ആണ് കുട്ടികളൊക്കെ. അതിനുള്ള ലിബറലിസം അവർക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ സെൽഫ് റിലയൻസ് അങ്ങ് മാറ്റി വെച്ചിട്ട് ലിബറലിസം മാത്രം അങ്ങ് കോപ്പി ചെയ്യും. അതായത് ഇവിടെയുള്ളവര് അടിച്ചു പൊളിക്കുന്ന അവരുടെ സ്വന്തം കാശ് കൊണ്ടാണെങ്കിൽ നമ്മളെ മക്കള് മറ്റുള്ളവരുണ്ടാക്കി വെച്ച കാശ് കൊണ്ടാണ് അടിച്ചു പൊളിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസമാണ്. എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. വീണ്ടും നല്ല സെഷനുകളുമായിട്ട് വരിക. താങ്ക് യു സർ. താങ്ക് യു റവ് സാർ, താങ്ക് യു വെരി മച്ച്. നൗ ഫൈനലി രഞ്ജിത്ത് മാർക്കോസ് സാർ, പറഞ്ഞോളൂ. സാറേ നമസ്കാരം. സാറേ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, അടിപൊളി. ഞാൻ പക്ഷെ ഒരു 7:30 ശേഷമാണ് എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലതും മിസ്സായി. സാർ, ഇതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്? റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവര്. ഓക്കെ. പിന്നെ ഡിവൈസ് ആണോ? ഞാനിപ്പോ ചെക്ക് ചെയ്യുമായിരുന്നു. ഇതിന് മുമ്പുള്ളൊന്നും ഇങ്ങനെ ഡിവൈസ് സെർച്ച് ചെയ്തെടുക്കണായിരിക്കും അവര്.
എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലതൊക്കെ ടെക്നിക്കലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സാർ, അത് കണ്ടോളാം. അതുപോലെ തന്നെ സാറ് പറഞ്ഞ 9 മണിയാണ് ഇപ്പോൾ എല്ലായിടത്തും ഒരു 9 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് വിശക്കുന്നില്ല എന്നുള്ള ഇതാണ്. പിന്നെ ഈ 10 മണിയൊക്കെ ആയിട്ടാണ് ആൾക്കാർ ഭക്ഷണം വരെ കഴിക്കുന്നത്. അപ്പൊ അപ്പോഴത്തേക്കും സാറ് ഉറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കച്ചവട തന്ത്രമായിട്ട് പലരും ഏതോ ഒരിടത്തിലും പറഞ്ഞു കേട്ടു, ഇതിലാണോ കോഫി ടോക്കിലാണോ, പലരും സെയിൽസ് വെക്കുന്നതിന്റെ 12 മണിക്കാണ്, മിഡ് നൈറ്റ് ബക്കറ്റ് സെയിൽ, KFC. അപ്പൊ അങ്ങനെയൊക്കെ അതിനു വേണ്ടിയിട്ട് ഉറക്കളച്ചിരുന്ന് അതിന് പോയി അവിടെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് കഴിക്കുന്നതോ ജങ്ക് ഫുഡും അങ്ങനെയൊക്കെ അവനവന്റെ ആരോഗ്യം കളയുന്ന പുതുതലമുറയിൽ സാറിന്റെ ഈ ഒരു ക്ലാസിന്റെ പ്രസക്തി വളരെ ഏറിയതാണെന്ന്. താങ്ക് യു സാർ. ഒരാൾ കൂടെ ഉണ്ട്, നമ്മുടെ ടീച്ചർ സീന ശ്രീനോജ്. പറഞ്ഞോളൂ മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ഒരു സെഷൻ എന്നത്തതുപോലെ തന്നെ അതുപോലെ വളരെ മനോഹരമായ ഒരു സെഷൻസ് തന്നെ ഇത് ആയിരുന്നു നാഥൻ സാറിൻ്റെത്. പ്രത്യേകിച്ച് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പാരന്റ്സ് ആണ്. അപ്പോൾ പലപ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ പാരന്റിങ് ആണ് എൻ്റെ മെയിൻ ഏരിയ, പാരന്റിങ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും പഴയ കാലത്ത് പലപ്പോഴും പല പാരന്റ്സ് പാരന്റിങ് ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുക, പണ്ട് ഇത്തരം ക്ലാസ്സുകൾ പോലും ഇല്ലായിരുന്നല്ലോ, എന്നിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ മക്കളെ വളർത്തിയില്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അന്നത്തെ പാരന്റിങ്ങും ഇന്നത്തെ പാരന്റിങ്ങും വളരെ ഡിഫറെന്റ് ആണ്. ഇന്ന് നമ്മൾ മാനേജ് ചെയ്യുന്ന കുട്ടികളും തന്നെ വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ സാറിന്റെ പറഞ്ഞ പോലെ, രഞ്ജിത് സാർ പറഞ്ഞ പോലെ 9 o'clock സാറ് ഉറങ്ങി 3:30 എഴുന്നേറ്റ് അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മുടെ മക്കളോട് ഇപ്പോഴും പറഞ്ഞാല് അവർക്ക് വളരെ അത്ഭുതമായിരിക്കും. കാരണം ഇന്നത്തെ കാലത്തുള്ള ഉറക്കം മുതൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഈ പാരന്റിങ് സെഷൻ തന്നെ എത്ര നമ്മൾ കേട്ടാലും മതിയാവില്ല. കേൾക്കും തോറും നമുക്ക് ഇനിയും ഇനിയും കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു സെഷൻ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും തന്നെ അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് നന്ദി. എനിക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടി. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു മേഖലയിലായതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയ സെഷൻ ആയിരുന്നു സാർ. താങ്ക് യു നാഥൻ സാർ ആൻഡ് കോഫി ടോക്ക്. താങ്ക് യു മാം. ഫീഡ്ബാക്ക് എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീ സാറാണ്. ക്വിസ് മത്സരത്തിലെ ഇതുവരെയുള്ള പോയിന്റ് നമുക്ക് നോക്കാം. പോയിന്റ് കൂടുതലൊന്നുമില്ല, 200 പോയിന്റുമായിട്ട് നമ്മുടെ US നിന്ന് അബ്ദുൾ റൌഫ് സാറാണ്. ക്വിസ് മത്സരം എല്ലാ സെഷനും കഴിഞ്ഞ ഒരു ചോദ്യം ചോദിക്കും സാർ, നാദർ സാറിന്റെ ശ്രദ്ധയ്ക്കാണ്. അതിലെ ആൻസർ ചാറ്റ് ബോക്സിലൂടെയാണ് നൽകുക. അതിനുശേഷം അതിലെ വിന്നർ സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസവും ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ഉണ്ടാവും. അതിനുശേഷം ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആള് സ്റ്റാർ ഓഫ് ദ വീക്ക് ആണ്. അപ്പൊ ഇന്നത്തെ ക്വിസ് മത്സരത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് ശ്രീജിത്ത് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു മനോജ് സാർ, താങ്ക് യു സോ മച്ച്. ഏതായാലും രഘു സാറുടെ സെഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും വളരെ വാചാലരായിട്ട് തന്നെ സംസാരിച്ചു എന്നുള്ളതാണ്. ഒരു ട്രെയിനർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എത്രത്തോളം ആളുകളെ മനസ്സിൽ പതിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതിവിടെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ വിരൽ ചൂണ്ടുന്ന മറ്റൊന്ന് കാര്യത്തിലേക്കാണ്. ഒരു ട്രെയിനർ വന്ന് നമ്മൾ ഇടുന്ന ഒരു 1/4 മണിക്കൂർ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ പല ട്രെയിനറും അവരത് ഒരു കാര്യം പ്രസന്റ് ചെയ്യണമല്ലോ, അതിൽ കമ്മിറ്റ് ചെയ്തല്ലോ, അതിന്റെ പുറത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് പുറത്ത് ചെയ്യും. പക്ഷെ ഒരു എഫേർട്ട് എടുത്ത് ഒരു ട്രെയിനർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിന്റെ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഗെറ്റ് ടുഗദറുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു കോർഡിനേറ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാത്രി 11 മണിക്ക് നമ്മൾ പലപ്പോഴും കാണുന്നത് അതിന്റെ ഒരു വേറൊരു മുഖമാണ്. പക്ഷെ ഇതിന്റെ പുറകിലൊരു നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഒരു 11 മണിക്ക് ഞങ്ങള് കോഫി ടോക്കിന്റെ ഗെറ്റ് ടുഗദർ മൂന്നാം വർഷത്തെ ഗെറ്റ് ടുഗദർ ഏറ്റവും മനോഹരമാക്കാനുള്ള ഒരുപാട് ചേരുവകൾ ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും നമ്മുടെ രഘുനാഥ് സാറിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശംസനീയമായ ഒരു കാര്യം. കാരണം ആ ഒരു സൂം ടെസ്റ്റ് ചെയ്യുന്നു. കാരണം എനിക്ക് അടുത്ത ദിവസം സെഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സെഷൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതൊരു ഉത്തരവാദിത്ത ബോധം തന്നെയാണ്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. സാർ വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതായാലും രഘു സാറെ ഉൾപ്പെടെ ഞങ്ങൾ ക്ഷണിക്കുക കേട്ടോ. ഞങ്ങളുടെ 3ാമത്തെ വർഷം ഈ വരുന്ന സെപ്റ്റംബർ മാസം 12, 13 തീയതികളിൽ നമ്മുടെ തുഞ്ചന്റെ മണ്ണിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യം നടത്തുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനും കൂടി നമ്മൾ കേരളം മൊത്തം ഫോക്കസ് ചെയ്യുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, പിന്നെ കുറച്ച് പേര് അബ്രോഡ്. അപ്പൊ എല്ലാവരും സൗകര്യാർത്ഥം തുഞ്ചന്റെ മണ്ണിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ കോഫി ടോക്ക് ഗെറ്റ് ടുഗദർ 3ാമത്തെ വർഷം നടത്തപ്പെടുന്നത്. 2 ഡേ ആയിട്ട് ഒരു റിസോർട്ടിലാണ് സ്റ്റേ വരുന്നത്. അവിടെ ഫുൾ കളർഫുൾ ആയിരിക്കും. അപ്പൊ അതിലേക്ക് എല്ലാ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അടുത്ത മാസം 12, 13 ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്തോളാം. ഞാൻ സമയത്ത് ടിക്കറ്റിന് ബുദ്ധിമുട്ടാവരുത്.
അതുകൊണ്ട് 1.5 മാസം നമുക്ക് സമയമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മളെ ക്വിസ് ക്ലബിലേക്ക് പോവാം. ആർക്കും പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു പുതിയ ട്രെയിനർ വരുമ്പോൾ അവരുടെ അംഗരക്ഷകരൊക്കെ അതിൽ കയറും. അപ്പൊ അവരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നു, ചാറ്റ് ബോക്സിലൂടെ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ 50-ൽ പരം ആളുകൾ പറയുമ്പോൾ ജഗ പോക ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ഇടാം. ഇപ്പോൾ ഓൾറെഡി മഴയാണല്ലോ നമ്മളെ സബ്ജക്റ്റ്, കാരണം എല്ലായിടത്തും മഴയാണല്ലോ. അപ്പൊ മഴയുമായി ബന്ധപ്പെട്ട ചോദ്യമായിക്കോട്ടെ എന്നാണ് കരുതുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്ഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അതല്ലെങ്കിൽ ശ്രീ സാറെ നിങ്ങൾ പറ്റിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊരു എന്നെ എടുത്ത് പൊങ്കാല ഇടരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. ഇത് നമ്മുടെ 2 കഴിവുകളാണ്. ഒന്ന് നമ്മളെ അറിവ്, നമ്മളെ ഓൾറെഡി എല്ലാവരും നല്ല അറിവുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ ഐ ക്യു കണ്ടുപിടിക്കുന്ന വലിയൊരു ഘടകമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയുള്ളത്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. കേരളത്തിലെ ഏത് ഭാഗത്താണ് മൺസൂൺ കാറ്റുകൾ തടഞ്ഞു നിർത്തി ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് ആൻസർ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ആൻസർ ഒരുപാട് വരുന്നുണ്ട്, വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ആൻസറുകൾ ഒരുപാട് കയറി വരുന്നുണ്ട്, എല്ലാവർക്കും അവസരമുണ്ട്. അതായത് ഇതിന്റെ ഒരു വിശദീകരണം ഞാൻ കറക്റ്റ് ആൻസർ ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൺസൂൺ മേഘങ്ങളെ തടഞ്ഞു നിർത്തുന്ന പശ്ചിമഘട്ടമാണ്. ഇത് കേരളത്തിന്റെ കിഴക്ക് അതിർത്തിയിലൂടെയാണ് പശ്ചിമഘട്ട മലനിരകൾ വ്യാപിച്ചു കിടക്കുന്നത്. അറബിക്കടലിൽ നിന്നും എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഈ മലനിരകൾ തടഞ്ഞു നിർത്തും. അതുകൊണ്ടാണ് കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്നുള്ളത് കിഴക്കാണ്. കിഴക്ക് എന്നുള്ളത് ഓപ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനും ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. യെസ്, മനു സാറേ, ആൻസർ എന്നുള്ളത് കിഴക്ക് വരുന്നത് ABCയുടെ ഓർഡർ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഞാൻ പ്രത്യേകം IQ നിങ്ങളെ പ്രകടമാക്കുക എന്നുള്ളത്. യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. സി ഏറ്റവും ആദ്യം ടൈപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബേബി മാനോജ് സാറാണ്, ബേബി മാഷാണ്. ഈ ഫ്ലോറിലെ സജീവ സാന്നിധ്യമാണ്. അതിനുശേഷം കുറെ കഴിഞ്ഞിട്ട് രഞ്ജിത്ത് മാർക്കോസ് സാർ സി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും ഡിയും ഒക്കെ ഇത്തവണത്തെ ആൻസറിലുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ആ ചോദ്യം ഉത്തരമൊക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, താങ്ക് യു ബേബി സാർ. സന്തോഷമായോ? 2 വാക്ക്. വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ പറയാട്ടോ. ആണോ? സന്തോഷമായോ? താങ്ക് യു സർ. സന്തോഷമായി. ഓക്കെ. മഴ ഇതിനേക്കാൾ സന്തോഷം ഇന്നത്തെ ക്ലാസ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ സർ. രഘുനാഥൻ സർ, എല്ലാവർക്കും ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്വിസ് ക്ലബിലെ വിന്നറാണ്. അപ്പൊ രഘു സാർ ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ വിചാരിക്കും ഇതിപ്പോ എന്താ ഈ ഒരു ഇതിൽ വിജയിച്ചാൽ എന്താ കാര്യം, ഇത്ര 50 പേരിൽ അറിയുന്നുള്ളൂ. അങ്ങനെയല്ല രഘു സാറെ. കോഫി ടോക്ക് ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 ഗ്രൂപ്പ് അഡ്മിനോളിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലും 1000-ഓളം ആളുകളുണ്ട്. ഒറ്റയടിക്ക് മനോജ് സാറ് വിത്തിൻ സെക്കൻഡുകൾക്കകം നമ്മുടെ മനോഹരമായ ഒരു ബേബി സാറെ ഫോട്ടോ 3000-ഓളം ആളുകളിലേക്ക് ഡയറക്റ്റ്ലി പുഷ് ചെയ്യും. ബേബി സാർ കിട്ടിക്കഴിഞ്ഞാൽ അത് ബേബി സാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലിടും, ഫ്രണ്ട്സിൽ ഗ്രൂപ്പിലിടും. അങ്ങനെ ഒരൊറ്റ ചോദ്യം കൊണ്ട് കേരളത്തിൽ മൊത്തം വൈറലാവും. ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി എന്നുള്ളതാണ്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു. ഓവർ ടു ചെയർമാൻ. Thank you, Sri sir, for conducting a beautiful quiz competition. And congratulations to baby Manoj sir. Thank you. Then നമ്മളുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായി ഇനി വോട്ട് ഓഫ് താങ്ക്സിന് നമ്മളുടെ ഒരു പൊതുപ്രവർത്തകയായ നമ്മുടെ ഈ ഫ്ലോറിന്റെ സജീവ സാന്നിധ്യമായ അഫ്സ മാഡത്തിനെ ക്ഷണിക്കുന്നു. മനോജ് സർ, ഒരു പ്രിവിലേജ്, ഒരു ചോദ്യം ചോദിച്ചോട്ടെ രഘുനാഥ് സാറിനോട്. ഒരു സംശയം ഉണ്ടായിരുന്നത്. ചോദിച്ചോളൂ. സാർ ടിഫനി ഫീൽഡിന്റെ 3 ബുക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു. 2 എനിക്ക് കിട്ടി, ടച്ച് തെറപ്പി. 3-മത്തെ ഒരെണ്ണം പറഞ്ഞിരുന്നു മെസ്സേജ് സംതിങ്. എന്തായിരുന്നു അതൊന്നുകൂടെ പറയുവോ? മെസ്സേജ് കേക്കത്തില്ല സാർ, മ്യൂട്ടാണ്. മസാജ് തെറാപ്പി റിസർച്ച്. മസാജ് തെറാപ്പി. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, താങ്ക് യു ചെയർമാൻ. Okay, ma'am. Okay. Afsa ma'am, please vote of thanks. Okay. Thank you, Chairman, for the privilege. Good morning to all. കോഫി ടോക്കിന്റെ 966-ാമത്തെ ഡേ
അതിമനോഹരമായി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചെയർമാൻ എല്ലാവരെയും കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന, ട്രെയിൻ പോലും തള്ളിക്കൊടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന പ്രിയപ്പെട്ട മനോജ് സാറിന് ഹൃദ്യമായി നന്ദി പറയുന്നു. എന്റെ മക്കളെ വളർത്തുന്ന ടൈമിലൊക്കെ ഇതുപോലത്തെ സെഷനൊക്കെ ലഭിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റ് ആയിട്ട് വളർത്താമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നിപ്പോവാണ്. ഈ കോഫി ടോക്കിലെ പാരന്റ്സ് ഒക്കെ ഭാഗ്യവാന്മാരാണ് കേട്ടോ. ഈ സെഷനുകളൊക്കെ കേട്ട് അവർക്ക് മക്കളെ നന്നായി വളർത്താമല്ലോ. നമ്മുടെ ഇന്നത്തെ ട്രെയിനർ രഘുനാഥൻ സാറിന് വളരെ സന്തോഷപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ വേദി ഒരുക്കി തരുന്ന കോർഡിനേറ്റേഴ്സ് സി സാർ, മുജീബ് സാർ, രേഖ മാഡം, ഫൗണ്ടർ ഹിഷാം മൈദർ സാർ, എല്ലോ പ്രസിഡന്റുമാരായ നിതിൻ സാർ, ജിനി സാംസൺ മാഡം, നമ്മുടെ ഇന്നത്തെ വെൽക്കം സ്പീച്ച് പറഞ്ഞ ബിന്ദു മാഡം, കിസ് മാസ്റ്റർ ശ്രീ സാർ, ഫ്ലവർ മാസ്റ്റർ ഉസ്മാൻ സാർ എന്നിവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്ന് നമ്മുടെ സെഷനിൽ 76 പേരുണ്ടായിരുന്നു. രാവിലത്തെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ സെഷനിൽ പങ്കെടുത്ത് ഫീഡ്ബാക്ക് പറഞ്ഞു എല്ലാം വളരെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും സന്തോഷപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഓൾ. ഓവർ ടു ചെയർ. താങ്ക് യു അഫ്സത്ത് മാം. എനിക്ക് തോന്നുന്നു ഈ സെഷനിൽ ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും പാരന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു ഇമാജിനേഷൻ ആണ്. പാരന്റ്സ് തന്നെയാണ് തോന്നുന്നു. എന്തായാലും കുട്ടികൾ നിങ്ങളുടെ വാക്കുകളെല്ലാ പ്രവൃത്തികളെയാണ് കണ്ടുപഠിക്കുന്നത്. അവരെ നല്ല മനുഷ്യരാക്കാൻ ഉപദേശിക്കുന്നതിനേക്കാൾ പ്രധാനം അവർ കണ്ടുപഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായി നിങ്ങൾ ജീവിച്ചു കാണിക്കുക എന്നതാണ്. ഭയം കൊണ്ട് കാര്യങ്ങൾ അനുസരിപ്പിക്കുന്ന മേലധികാരി ആവാതെ എന്തൊരു തെറ്റ് പറ്റിയാലും ഭയമില്ലാതെ ഓടി വന്ന് പറയാൻ തോന്നുമാർ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു സുരക്ഷിതമായ അച്ഛനോ അമ്മയോ ആയി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JC നിലമ്പൂർ ഗോൾഡൻ വാലി ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽസ് ഹിയർ adjourned. Thank you, sir. Thank you very much. Thank you to all participants. Thank you. Thank you, sir. Thank you all. Thank you. Thank you so much. Sri sir.